ഒരുപാട് രാജ്യങ്ങളിൽ കുറേ സോഫ്റ്റ് എക്കണോമി മോഡൽസ് സക്സസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ടൊരു കോൺസെപ്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ് മുമ്പ് വെക്കുകയാണ്, ഒരു റെയിൻബോ എക്കണോമി എന്ന രീതിയിൽ. ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നു, 5-6 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്യൂവൽ ശരിക്കും അണ്ടർ വാട്ടർ ഡ്രോൺസും സാറ്റലൈറ്റ് ലിങ്ക് ചെയ്ത് AI ബേസ്ഡ് ആയിട്ട് ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ചാകര ഉണ്ടെങ്കിൽ തന്നെ ചാകര ഡിറ്റക്ഷൻ, ഇതിന്റെ പർട്ടിക്കുലർ മീൻ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ അവിടെ തന്നെ പോയി ക്യാച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള അത്രയും വേസ്റ്റ് ആകത്തില്ല ഫ്യൂവൽ. Especially there can be a brand like that for Kerala. Especially we can have a lot of AI used in this. AI, we can say ഇപ്പം AI powered full city ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. Like literally we can use that for branding. World's first AI powered city, world's first solar powered airport. അതൊക്കെ എന്ത് നല്ല കാര്യങ്ങളാണ്, അത് ഇനിയും പോപ്പുലർ ആക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു കേരള ഡിജിറ്റൽ ട്വിൻ എന്നൊരു ഇത് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകൾ അത് യൂസ്ഫുൾ ആകും ശരിക്കും. Yes, it will help in planning the city better. Yes, it will help in infrastructure. Yes, it will help in ലിറ്ററലി പൊല്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും. യെസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് എത്ര ബസ്സസ് വേണം, എത്ര ടാക്സീസ് അലൗഡ് ആണ്. പക്ഷെ വാട്ട് മാറ്റേഴ്സ് ഇൻ കേരള ഇസ് നോട്ട് അബൌട്ട് സ്പേസ് ആൻഡ് ഔട്ട്, ഇറ്റ്സ് അബൌട്ട് ഇനിഷ്യേറ്റീവ്. ഐ ടു ഗ്രോ കേരള. ഐ ആം ഡൂയിങ് ദിസ് കേരള പോഡ്കാസ്റ്റ് സോ ദാറ്റ് കേരള ക്യാൻ ഗ്രോ. നെവർ ലീവ് ദ ഗോഡ്സ് ഓൺ കൺട്രി വെർ യു ആർ ഫ്രം, വിച്ച് ഇസ് കേരള, ആൻഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് ഗ്രോ വിത്ത് ഇറ്റ്. നമസ്കാരം, ഞാൻ ഷെല്ലസ്. ഇത് കേരള 2.0 വിത്ത് ഷെല്ലസ്. നമ്മുടെ കേരളം ഒരുപാട് ഇൻഡീസസിൽ വളരെ മുൻപന്തിയിലാണ്, എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് തന്നെ. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകൾ, ഒന്ന് നമ്മുടെ എക്കോണമി, ഇപ്പോഴും 11 ലക്ഷം കോടി മാത്രമാണ് കേരളത്തിൻ്റെ എക്കോണമി. ഇത് നമ്മുടെ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. നമ്മൾ ഓൾസ് ഓൺ കൺട്രി ആയിക്കൊണ്ടിരിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്നും ബ്രെയിൻ ഡ്രെയിൻ, തൊഴിലവസരങ്ങൾ കുറയുന്നു. തൊഴിലിന് വേണ്ടി പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ 2026 ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ CM സ്വയറിംഗം ചെയ്തതിന് ശേഷം CMന് കൊടുക്കാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ പോളിസി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന പർപ്പസിലാണ്. 6 എപ്പിസോഡുകൾ, 6 അതിഥികൾ, പ്രഗത്ഭരായ ഓരോ മേഖലയിൽപ്പെട്ട അതിഥികളാണ് ഇതിൽ വരുന്നത്. ഈ പോഡ്കാസ്റ്റിലൂടെ വരുന്ന ഐഡിയാസ് ഒരു എക്സ്പെർട്ട് പാനലിനെ വെച്ച് നമ്മൾ ഒരു ഡെവലപ്മെൻ്റൽ പോളിസി റിപ്പോർട്ടാക്കിയിട്ട് പുതിയ CMന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് AI കിഡ് ഓഫ് ഇന്ത്യ, റൗൾ അജു ജോൺ. അപ്പോൾ ഞാൻ ഗസ്റ്റിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും തികച്ചും നമുക്ക് എന്തായാലും കുറച്ച് സോഫ്റ്റ് എക്കണോമി മോഡൽസാണ് നമ്മുടെ കേരളത്തിന് പറ്റുന്നത്. ലാൻഡ് അവൈലബിലിറ്റി, പ്രൈസ് ഒക്കെ പ്രശ്നമുള്ളപ്പോൾ അപ്പോൾ നമുക്ക് സോഫ്റ്റ് എക്കണോമി മോഡൽസ് എന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യാമെന്ന പ്ലാനിലാണ് നമ്മൾ അജുവിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം Raul Aju John. Hello, hi. Hi, Raul. Thank you for sitting with me on the very first episode of my podcast series. Thank you so much for inviting me, and thank you for the KFC. Yeah, welcome. അജുനെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇതിലായിട്ട് കുറച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അജു എങ്ങനെയാണ് ഈ AI കിഡ് ഓഫ് ഇന്ത്യ, എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് AI കിഡ് ഓഫ് കേരള എന്നായിരുന്നു നമ്മളെ സെർച്ച് എഞ്ചിനിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോംസിലും AI കിഡ് ഓഫ് ഇന്ത്യ അജു ആണ് വരുന്നത്. അപ്പോൾ ഈ വളരെ എനിക്ക് തോന്നുന്നു 6 വയസ്സ് തൊട്ട് അങ്ങനെയാണോ, അതോ ഏത് പ്രായത്തിലാണ് അജു? ഞാൻ 6 വയസ്സ് മുതൽ AI-ലൊന്നും അല്ലായിരുന്നു, അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ പലയിടത്തും കേട്ടിരുന്നു. അത് തന്നെ. പക്ഷെ ആ സമയത്ത് മുതലാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ, കണ്ടന്റ് ക്രിയേഷനിലോട്ട് തുടങ്ങിയ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പതുക്കെ AI-ലോട്ട് എന്ന് പറഞ്ഞൊരു 12 വയസ്സ് 11 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് റോബോട്ട് ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പേ ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി തന്നെ മീബോട്ട്, അത് തന്നെ 12 വയസ്സില്. അതിന്റെ മുമ്പ് എൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂള് കിട്ടിയായിരുന്നു. ആ ടൂള് AI ആയിരുന്നു. സാധാരണ 2 മാസം എടുക്കുന്ന സാധനം എനിക്ക് 2 ദിവസത്തിൽ ചെയ്യാൻ പറ്റി. ആ ഒരു ടൂള് AI ആണെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇത്രയും പെട്ടെന്ന്. അപ്പൊ ആ ഒരു ടൂളിന്റെ കാരണമായിരുന്നു ലൈക്ക് ആദ്യം ഞാൻ AI എന്നൊരു കാര്യം കേട്ടത് തന്നെ. യെസ്. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു സെൽഫ് ലേണിംഗ് പ്രോസസ് ആയിരുന്നോ? മിക്ക സെൽഫ് ലേണിംഗ് ആണ്. പക്ഷെ എൻ്റെ പാരന്റ്സ് എപ്പോഴും എന്നെ ഗൈഡ് ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ഇതിന്റെ മുമ്പ് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഞാൻ ഫോക്ക് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുമ്പേ പഠിച്ചിട്ടുണ്ടോ? യെസ്, ഞാൻ അങ്ങനെ 1-2 ഇയേഴ്സ് ഞാൻ അങ്ങനെ പഠിച്ചായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. യെസ്. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ മാരത്തോൺസ് ഓടുമായിരുന്നു, 14 കിലോമീറ്റേഴ്സ് ഒക്കെ. യെസ്. ഒരെണ്ണം സച്ചിൻ ടെണ്ടുൽക്കർ സർ ഇനോഗ്രേറ്റ് ചെയ്യുന്നതും ഒരെണ്ണം PT ഉഷ മാമിന്റെയും കൂടെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാഷൻ, ഓരോ കാര്യം കൊതി വരുമ്പോ
പക്ഷെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാ ഇതിന്റെ ഇടയിൽ കോവിഡ് വന്നു. ആ. കോവിഡിന്റെ സമയത്തായിരുന്നു ഞാൻ വീട്ടിൽ സ്റ്റക്ക്. എന്ത് ചെയ്യും? ഓഹോ ഹോ. അപ്പൊ ആ സമയത്ത് ഞാൻ മുമ്പേ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇടാൻ തുടങ്ങി. ആ, ആ, ആ. അവിടെ ഞാൻ പിന്നെ പതുക്കെ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി സമയമെടുത്തു. ഉം, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പാടായി. ഇനി ഉം, വീഡിയോസും ഉണ്ടാക്കണം, ഇതും ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യും? ഉം. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ടൂളായിരുന്നു ഫയർ കട്ട് എന്ന് പറഞ്ഞത്. ആ. ബേസിക്കലി എനിക്ക് എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയ മെയിൻ കാരണം ബിക്കോസ് 2 മാസം എനിക്ക് സാധാരണ എഡിറ്റ് ചെയ്യുന്ന സാധനം 2 ദിവസത്തിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ ആ. പറ്റി ഈ ഒരു ടൂളിന്റെ കാരണം. ഓ. പക്ഷെ അപ്പോഴായിരുന്നു എനിക്ക് ആ സമയത്ത് എ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അറിയില്ല. പക്ഷെ അപ്പോഴാണ് എയുടെ ഒരു ലോകത്ത് നിന്ന് ഞാൻ വന്നത്. ഓ. അങ്ങനെ പിന്നെ പതുക്കെ ഇപ്പം ആദ്യമായി സ്വന്തമായിട്ട് ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുള്ള കുട്ടികളൊക്കെ കൂടുതലും ഗെയിം കളിക്കാനായിട്ടാണ് സമയം ചിലവാക്കുന്നത്. ഉം. അപ്പം റൗളിന് ഇങ്ങനെ ഗെയിം കാണുന്ന സമയത്ത് ആദ്യം തോന്നിയിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഗെയിം ഞാനിത് കണ്ട് സമയം കളയാതെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് ഗെയിം ഉണ്ടാക്കി നോക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഐ മീൻ ഗെയിംസ് ഞാനും കുറെ ഗെയിംസ് ഒക്കെ കളിക്കും. ഉം. മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ്, ഫ്രീ ഫയർ അതെ കാണുന്നതന്നെ ഞാനും അതെ കളിക്കും. ഐ എം അതെ നോർമൽ സത്യം അതെ പറഞ്ഞ അതെ ഈവൻ ഇഫ് AI കിഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ എല്ലാരും പറയുമ്പം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഹൗ ഡു ഐ മേക്ക് ഇറ്റ് മൈ ഓൺ. ഉം, ഉം, ഐ ഹാവ് ട്രൈഡ് ക്രിയേറ്റിംഗ് മൈ ഓൺ ഗെയിം അൺറിയൽ എഞ്ചിനും അതിനകത്തൊക്കെ. ഉം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫുള്ളി അതിനകത്തൊന്നും പോയിട്ടില്ല. ഉം, പക്ഷെ ഈ AI-യുടെ കാര്യം വരുമ്പോഴായിരുന്നു ഞാൻ ഈ AI ടൂൾസ് ഉപയോഗിച്ച് ഐ വാസ് ലൈക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഉം, ഐ ഡു സംതിങ് ഉം, ഓൾസോ. അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. ഉം. ഫ്രം ബീങ് എ കൺസ്യൂമർ ടു ബീങ് എ ക്രിയേറ്റർ. ക്രിയേറ്റർ ഈ ഒരു ക്രിയേറ്റർ എന്ന ഒരു ട്രാൻസ്ഫോർമേഷനിൽ ആദ്യമായി എന്താണ് ഉണ്ടാക്കിയത് സ്വന്തമായി? ഐ തിങ്ക് എല്ലാവർക്കും ഇവിടെ അറിയായിരിക്കും ഉം. എന്റെ റോബോട്ട് മീബോട്ട്. മീബോട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. എന്റെ സയൻസ് അന്ന് ഫെയറിന് വേണ്ടി. മീബോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു ഒരു മൈൻഡിൽ എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നായിരുന്നു? പർട്ടിക്കുലർലി ഞാൻ വലിയ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ ഉം, ഞാൻ ആ സമയത്ത് സെഷൻസ് എടുക്കുമായിരുന്നു ഉം. US-ഉം UK-യിലുള്ള കുട്ടികൾക്ക് ആ, വേണ്ടി. അതെ അതെ. ആ സമയത്ത് എനിക്ക് കുറച്ച് ടൈം സേവ് ആകാൻ വേണ്ടിയായിരുന്നു ഉം. ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ചായിരുന്നു. ഓഹോ ഹോ. ആ ടൂൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നോർമലി എനിക്ക് രാത്രി ഒരു 12 മണിയാകുമ്പോൾ എനിക്ക് ഉറങ്ങണമല്ലോ. ഉം. പക്ഷെ US അവരൊക്കെ എന്താ അവർക്ക് ആ സമയത്തായിരുന്നു മോർണിംഗ് അതെ. എണീച്ചിരിക്കുന്നത്. അതന്നെ. അപ്പം ആ സമയത്ത് സെഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണും. ഉം. അപ്പൊ എൻ്റെ പോലെ സിമ്പിളായിട്ട് എങ്ങനെ AI എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കി. ഉം. ആ ഒരു ക്ലോൺ ആയിരുന്നു ഞാൻ എൻ്റെ ഈ വോയിസ് ക്ലോൺ റോബോട്ടിനകത്ത്. ഉണ്ടാക്കി വോയിസ് മാത്രമല്ല ഫുൾ ഗെയിം തന്നെ. എവറിഥിങ്. വോയിസ് ഇട്ടു, എൻ്റെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, എൻ്റെ ഉം. ശബ്ദം സെയിം, ഉം. എൻ്റെ പോലെ തന്നെ സംസാരിക്കും, എല്ലാം ഉം. എൻ്റെ പോലെ. ഉം. അപ്പൊ ഈ സാധനം ഞാൻ ഒരു റോബോട്ടിനകത്ത് എടുത്തിട്ടായിരുന്നു ഞാൻ സയൻസ് ഫെയറിൽ കൊണ്ട്. ഓ യെസ്. അതാണ് ഫസ്റ്റ് ഒരു പക്ഷെ അതിപ്പം വളരെ യൂസ്ഫുൾ ആവുകയും ചെയ്തു കൂടുതലായിട്ട് അന്നത്തേക്കാളും. സത്യം പറഞ്ഞാൽ എല്ലാരും പറയും എന്തോ വലിയ കാര്യം, എന്തോ വലിയ റോബോട്ട് ഉണ്ടാക്കിയ. ഉം. ഞാൻ അത്രയും ഉം. വലിയ കാര്യമൊന്നും അതെ. ചെയ്തില്ല. ഞാൻ കുറെ വേറെ ടൂൾസ് ഉം. കണക്ട് ചെയ്തു. അതെ നത്തിങ് ഓഫ് മൈ ഓൺ. അതെ മൈ ഓൺ എന്ന് പറയാവുന്ന പ്രത്യേകിച്ചൊന്നും അത് അതിലില്ല. തന്നെ കുറെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഹെൽപ്പ് കണക്ട് ചെയ്തു ചെയ്തു വിത്ത് കണക്ട് ചെയ്തു. APIs കുറച്ചൊക്കെ അതെ കോഡിംഗ് ഒക്കെ ചെയ്തു. അതെ റൈറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പർട്ടിക്കുലർലി ഞാനത് ഉണ്ടാക്കാൻ മെയിൻ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ലെറ്റ്സ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച പഠിപ്പിക്കാൻ വേണ്ടിയാ. ഉം. ഇപ്പൊ ഇമാജിൻ ചെയ്യ ഒരു സ്കൂളുണ്ട്, ഉം. അവിടെ ടീച്ചറിനെ ഒന്നും പഠിപ്പിക്കാൻ ഉം. പറ്റില്ല. ഇങ്ങനെ ഒരു ക്ലോൺ ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പറ്റും, പറ്റും. എപ്പോഴും കാണാൻ പറ്റാത്ത. അതെ. അപ്പം ഞാൻ ആ വിഷനൊന്നും വെച്ചിട്ടല്ലെന്ന് ഉണ്ടാക്കി, എൻ്റെ ഒരു ലൈഫ് ഈസി ആക്കാനായിരുന്നു. ഉം. പക്ഷെ അങ്ങനെയും കുറെ ഇപ്പം ഇൻ കേസ് ആ ഒരു സമയത്ത് എന്നെ ഒരു ഡോക്ടർ ഒരു വിളിച്ചായിരുന്നു, ക്ലോണിന് വേണ്ടി അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഉണ്ടാക്കി തരാമോ എന്റെയും കൂടെ ഒരു ഡോക്ടറിന്റെ ഒരു മീബോട്ട്. ക്ലോൺ യെസ്. ഉണ്ടാക്കാവുന്ന. അങ്ങനെ ചെയ്തൊന്നുമില്ല ബിക്കോസ് ഉം. എനിക്കതൊരു വലിയ പ്രൊജക്ട്. ഞാൻ എന്താന്ന് ഞാൻ സത്യം പറയാം, ഒരു റോബോട്ടിന്റെ ആളും കൂടുതൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം. റൈറ്റ്. ChatGPT പോലെ ഒരു ടൂൾ ഉണ്ടാക്കുന്നു. ടൂള് ഒരു അതാണ് ചാറ്റ്ബോട്ട് അല്ലേ? അത് തന്നെ. സോഫ്റ്റ്വെയർ ആണ് എൻ്റെ കീ എക്സ്പീരിയൻസ്. ഉം. ഹാർഡ്വെയർ ഈ ജെറ്റ്സൺ നാനോ ഇതുണ്ട്, കണക്ട് ചെയ്യുന്നു, മോട്ടർ, എല്ലാ ആളുകളും ഐ എം എ സോഫ്റ്റ്വെയർ പേഴ്സൺ. ഉം. പക്ഷേ യെസ്, ഹാർഡ്വെയറിലായിരുന്നു ഹൗ ഐ സ്റ്റാർട്ടഡ്. റൈറ്റ്. യെസ്. ഇപ്പോൾ അതിനുശേഷം ചെറിയ ഏതെങ്കിലും സ്വന്തം ബുക്കുകൾ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ചാറ്റ്ബോട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിരുന്നോ ആദ്യമേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സേ ഒരു സയൻസിൻ്റെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടണി ബുക്ക് എടുത്തിട്ട് ഒരു ചാറ്റ്ബോട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇപ്പം ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ആർക്കും ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മൾ ഒരു ബുക്ക് സ്കാൻ ചെയ്ത് കയറ്റുന്നു, കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻസ് കയറ്റുന്നു. നോട്ട്ബുക്ക് എല്ലാം ഒക്കെ പോലെ. അതെ. പർട്ടിക്കുലർലി എനിക്കറിയത്തില്ലായിരുന്നു ഇതിന് ലൈക്ക് പഠിത്തത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാമെന്ന് അറിയില്ലായിരുന്നു. അതെനിക്ക് ആ. അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എഡിറ്റിംഗ് ആയിരുന്നല്ലോ ആദ്യം അതെ ഉപയോഗിച്ചത്. അതെ
അത് കഴിഞ്ഞിട്ടാണ് ChatGPT റിലീസായത്. ആ. അപ്പൊ അതിനകത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് ഇടാൻ തുടങ്ങി. Alright. അത്രയും നാൾ ഞാൻ ഷോർട്ട് ഫിലിംസ് ഇടുമായിരുന്നു, സ്ലൈമിന്റെ കുറിച്ച് വീഡിയോ ഇടുമായിരുന്നു, എൻ്റെ ബാത്റൂം കാണിച്ച് റൂം ടൂർ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു. പക്ഷേ സ്ലോലി ബട്ട് ഷുവർലി ഞാൻ വേറെ വേറെ കണ്ടന്റ് ചെയ്ത് ഫൈനലി ഞാൻ ഫ്യൂച്ചർ ടെക്നോളജി എന്നൊരു ഐഡിയയിലെത്തി. അപ്പോഴായിരുന്നു ഈ AI റിലേറ്റഡ് ഞാൻ കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷെ പഠനത്തിന് വേണ്ടിയായിട്ട് ആ പോയിന്റിൽ ഞാൻ ഉപയോഗിക്കാൻ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്, ഇഫ് ഐ ആം ബീയിങ് ഓണസ്റ്റ്. അതെ. ആ ഇപ്പൊ ഇതുവരെ സമയത്ത് ചെയ്തിട്ടില്ല. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ആ, അതെ, ചെയ്തിട്ടുണ്ട്. അത് initially കഴിഞ്ഞിട്ട് ലോ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ലോ മിനിസ്റ്ററുടെ ഒക്കെ കൂടെ മറ്റേ റെസ്ക്യൂ AI, സാപ്പ് ഗ്യാപ്പ്, ഇൻവെസ്റ്റോ 10+ AI ടൂൾസ് ഉണ്ട് നമുക്കിപ്പോൾ. ഇപ്പൊ റൗൾ ചെയ്തത്. യെസ്, അതെ. അത് ആ തുടക്കത്തിൽ ഐ ഡിഡ്ന്റ് ഡു പ്രിറ്റി മച്ച്. ഐ എം ജസ്റ്റ് എ യൂസർ. റൗളിന്റെ ഫാദർ അജു അല്ലെ? യെസ്, ഫാദർ എംപ്ലോയി ആണ്. അങ്ങനെ പറയാം. എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോ ചെയ്തുകൊണ്ട് അറ്റ് പ്രസന്റ് ഏത് സ്റ്റേജ് വരെയാണ് റൗളിന്റെ AI-യുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്? ഞാൻ ഫ്യൂച്ചർ അല്ല ചോദിച്ചത്, ഇപ്പോൾ അറ്റ് പ്രസന്റ്. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ കുറേ 10+ ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ദുബായ് ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും വേണ്ടി ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ? അതെല്ലാരും എവിടെയോ തെറ്റായിട്ട് എടുത്തതാ. ആണല്ലേ? പക്ഷെ എവിടെയോ ഞാനത് വായിച്ചതാണോ കേട്ടോ? ദുബായ് ഗവൺമെന്റിന് ഞങ്ങൾ കുറച്ച് മിനിസ്റ്റേഴ്സിനെ ഞങ്ങളുടെ ടൂൾസ് കാണിച്ചായിരുന്നു. ആ. അവിടെയും പതുക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഉം. അവിടെ കൂടെ ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങൾ കുറെ ന്യായ് മിനിസ്റ്റേഴ്സ്. സാധി എന്നൊരു ചാറ്റ് ബോട്ട് എക്സാക്ട്ലി, അതാണ് ചെയ്തു. റെസ്ക്യൂ ചെയ്യാൻ. ആ. ഞങ്ങൾ റീനെയിം ചെയ്തതാ. പക്ഷെ ഉം. പെർട്ടിക്കുലർലി ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ടൂൾ എന്ന് വെച്ചാൽ ലൈക്ക് ഞങ്ങളിപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി ഓരോ ഉം. ടൂൾസ് ഉണ്ടാക്കും, ഉം. റൈറ്റ്? 10+ AI ടൂൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഗവൺമെന്റ്സിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ടൂൾസും കൂടെ ഉണ്ടാക്കുന്നത്. ചിലത് ഞങ്ങൾ ഓരോ കമ്പനികൾക്ക് വേണ്ടി അവർക്ക് കസ്റ്റമായിട്ട് അവർക്ക് ടൂൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പ്ലസ് ICICI ബാങ്ക്, അങ്ങനെ ഐ തിങ്ക് ലൈക്ക് ട്രാൻസ്വേൾഡ്, അതിൻ്റെ പോലെ ലൈക്ക് അങ്ങനെ ഓരോ ബിസിനസ്സസ് ഉണ്ടല്ലോ. ഉം. നമ്മുടെ ഇവിടെ തന്നെ ഓൾ സ്റ്റേറ്റ് ഉണ്ട്, ഇപ്പം ബജാജിൻ്റെ ഒരെണ്ണം ഉണ്ട്, അങ്ങനെ HP കമ്പ്യൂട്ടറിൻ്റെ കമ്പനി ഉള്ള അവർക്ക് എല്ലാവർക്കും AI-യുടെ വർക്ക്ഷോപ്സ് ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉം. പ്ലസ് നോട്ട് ഓൺലി വർക്ക്ഷോപ്സ്, ഇവർക്ക് കസ്റ്റമായിട്ട് AI ടൂൾസ് ഉണ്ടാക്കുന്നു. അതർ ദൻ ദാറ്റ് ഇപ്പം ഞാൻ ഈ സെഷൻസ് എടുക്കുന്നതുള്ളൂ. ലൈക്ക് കറണ്ട് ആയിട്ട് AI-യുടെ എന്താ ചെയ്യുന്നതെന്ന് ആ, പറഞ്ഞേ ആ, പറഞ്ഞേ, അതെ. റൈറ്റ്? അതർ ദൻ ദാറ്റ് ഇപ്പം ചിത്കാര യൂണിവേഴ്സിറ്റി, ഇപ്പം ലവ്ലി യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്നായിരുന്നു. അപ്പം ഓരോ ഇങ്ങനെ ഇവൻസിന് വേണ്ടി ഞങ്ങൾ വിളിക്കാറുണ്ട്, ഉം. ലൈക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റീസിൽ. അതല്ലാതെ സ്കൂൾസ്, സെഷൻസ് ആൻഡ് എ കണ്ടന്റ് ക്രിയേറ്റർ ട്രൈങ് ടു സ്പ്രെഡ് ദ വേൾഡ് അബൌട്ട് AI. എൻ്റെ ഈ തിങ്ക് ക്രാഫ്റ്റിന്റെ കോഴ്സ് വരെ ഉണ്ടല്ലോ. അതെ. അതെന്ന് വെച്ചാൽ ലൈക്ക് വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ടോ? ഓൺലൈൻ യെസ്, അത് ചെയ്യുന്നുണ്ട്. ഓൾവേസ് കണ്ടിന്യൂ ചെയ്യുക, അതാണല്ലോ എൻ്റെ കോർ. അതെ, അതെ. പക്ഷേ ബട്ട് വിത്ത് ദാറ്റ് ഞാൻ ഈ തിങ്ക് ക്രാഫ്റ്റ് ഒക്കെ തുടങ്ങാൻ ഞാൻ ഈ ഫ്രീ ആയിട്ട് കോഴ്സസ് മിക്കത് എടുക്കാൻ കാരണം ലൈക്ക് നമ്മുടെ ഇന്ത്യ ഗ്രോ ചെയ്യണം, ആ, അതെ. സ്പെഷ്യലി കേരള ഗ്രോ ചെയ്യണം. കുറേ പെയ്ഡ് കോഴ്സസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഐ എം നോട്ട് സെല്ലിങ് എനിത്തിങ്, പക്ഷേ വിത്ത് AI ഇന്ന ആദ്യത്തെ കോഴ്സാണ് ഗോയിങ് ഫ്രം വാട്ട് ഈസ് AI ടു ബിൽഡിംഗ് യുവർ ഓൺ AI in 30 days, ഫ്രം ഓ. വാട്ട് ഈസ് AI ടു യൂസിങ് AI ഇൻ ലൈക്ക് ഒരു 7 വീക്സിൽ റൗളിന്റെ ഇപ്പോൾ ഒരു യൂട്യൂബ് സ്റ്റുഡൻറ്റ്. ചാനലിലൂടെ അത് ഒരു തന്നെ, ഫ്രീ കോഴ്സ് ചെയ്തിരുന്നു. എക്സാക്ട്ലി. അപ്പോൾ ലൈക്ക് ഒരു 7 വീക്സിൽ എങ്ങനെ ഒരു സ്റ്റുഡൻറ്റ്, എങ്ങനെ ഒരു സ്റ്റാർട്ട് ഫൗണ്ടർ, എങ്ങനെ നിങ്ങൾക്ക് AI നിങ്ങളുടെ ലൈഫിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. Right. ദാറ്റ് വാസ് ദ 2 കോഴ്സസ്. ദ റീസൺ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ഫ്രീ ഇസ് ദാറ്റ് പീപ്പിൾ നീഡ് ടു നോ അബൌട്ട് AI. ഞാൻ ആ ടോപ്പിക്കിലോട്ട് വരുന്നു ബിക്കോസ് റൈറ്റ് നൗ കുറേ ആൾക്കാർക്ക് AI-യെ കുറിച്ച് അറിയത്തേ അറിയില്ല. ഇല്ല, റൈറ്റ്? ഐ നോ അബൌട്ട് AI. കുറച്ച് എനിക്ക് അറിയുന്നുണ്ട്, എല്ലാവരും എന്നെ പ്രോഡിജി എന്ന് വിളിക്കുന്നത്. അതെ, ഈവൻ അതെ, നമ്മളോട് പ്രോഡിജി അതെ. അല്ല, എനിക്ക് കുറച്ച് AI-യുടെ അതെ, കാര്യം അറിയാം. അതെ. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ ചേട്ടനും പ്രോഡിജി ആണ്, ചേട്ടനും ഇവിടെ ഇല്ല. പക്ഷേ അതെ, നമ്മുടെ ക്യാമറ ചേട്ടൻ അതെ, ബാറ്ററിയുടെ എല്ലാം അതെ. പറയുന്നുണ്ടായിരുന്നല്ലോ, ബാറ്ററി എല്ലാം റൈറ്റ്? പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം നോട്ട് എ പ്രോഡിജി ആൻഡ് ഉം. ഓൾ. ഐ എം ജസ്റ്റ് എ നോർമൽ കിഡ് ഹു നോസ് സംതിങ്സ് അബൌട്ട് AI, അതെ, റൈറ്റ്? അതെ, അതെ, അത് ആർക്കും പറ്റും. അതെ. ആർക്കും ദാറ്റ് പറ്റും. ഈസ് വാട്ട് ഐ എം അതെ. ട്രൈങ് ടു പ്രൂവ്. അവിടെയാണല്ലോ ശരിക്കും നമ്മൾ ഈ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതൊരു ഇപ്പം കോഡിങ് കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ളൊരു സംഭവത്തിൽ നിന്ന് AI വരുമ്പം ആർക്കും ലേൺ ചെയ്യാം. യെസ്, ഒരുപാട് നോ കോഡിങ് പ്ലാറ്റ്ഫോംസ്. എക്സാക്ട്ലി. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. അപ്പം ഇതിൻ്റെ അവയർനെസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് പലർക്കും AI വരുമ്പോൾ, പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി പോകുമെന്ന് പറഞ്ഞ കണക്ക് എക്സാക്ട്ലി. വിൽ ഇറ്റ് കിൽ ജോബ്സ് എന്ന് പറയുന്നൊരു തോട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ എല്ലാ ജോബും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആവുകയല്ലേ ചെയ്യുള്ളൂ, അല്ലേ? എക്സാക്ട്ലി. സോ AI വിൽ എൻഹാൻസ് ദ എല്ലാവരും പറയും ജോലികൾ അതെ, എടുക്കുമെന്ന്. അതെ. Particularly no, AI will not take your job, but someone using AI will take your job. യെസ്, യെസ്. That is what I have to say. So that is why you should use AI. Yeah. നമ്മൾ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ ആദ്യം കുറേ ജോലികൾ എടുത്തു. അതെ. പക്ഷെ കമ്പ്യൂട്ടേഴ്സിന്റെ കാരണമല്ലേ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ കിട്ടുന്ന ബേസ്ഡാണ് ഗൂഗിൾ എല്ലാം. എല്ലാം അതെ, വന്നത്, റൈറ്റ്? എവറിത്തിങ്. ഇപ്പം എക്സാമ്പിൾ എടുക്കാം, ഗൂഗിൾ തന്നെ. ഇന്റർനെറ്റ് 5 ആൾക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ 5 ലിങ്കേ ഉള്ളൂ. ഗൂഗിളുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഗൂഗിളുടെ ആവശ്യം കുറേ ലിങ്ക് ഉണ്ടായതുകൊണ്ട് സെർച്ച് ചെയ്യുന്നുണ്ടല്ലേ.
ആസ് എ ഐ ഗെറ്റ്സ് ബിഗർ നമുക്ക് അങ്ങനെ ഓരോ കമ്പനി കുറെ ഐഡിയാസ് വരും, കുറെ സ്റ്റാർട്ടപ്സ് വരും, കുറെ ഉണ്ട്. ജോലികൾ കുറെ വരും. ജോലികളുണ്ട്. റൈറ്റ്? ഗൂഗിളുടെ ആവശ്യം പക്ഷെ അഡോപ്ഷൻ കൂടണം. അതെ. ഇന്റർനെറ്റിന്റെ അഡോപ്ഷൻ കൂടിയോണ്ടാണ് ഗൂഗിളുടെ ആവശ്യം വന്നത്. അതെ. സിമിലർലി ഇങ്ങനെ തന്നെ എ ഐ കുറച്ചാളുമ്പോൾ കുറെ ജോലികൾ വരും. കുറെ പക്ഷെ ജോലികളുണ്ട്. അൺടിൽ ദെൻ ദ ബെസ്റ്റ് വേ ടു നോട്ട് ലൂസ് ജോബ് ഇസ് ജസ്റ്റ് ടു യൂസ് എ ഐ. യെസ്, യെസ്. 7 ടൈം ടെഡെക്സ് സ്പീക്കറാണ് അല്ലേ? റൈറ്റ് നൗ 6, എന്റെ 6 7ഉം 8ഉം ഇനി വരുന്നുണ്ട് വരുന്നുണ്ട്. അടുത്ത മാസം. യെസ്. എവിടെയാ ഷൂട്ട് ചെയ്യുന്നത്? ഒരെണ്ണം നമ്മുടെ ഇവിടെ കോഴിക്കോട് തന്നെ. വേറെ ഒരെണ്ണം എനിക്കൊന്ന് മണിപ്പാലാണോ എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് മാംഗ്ലൂരാണോ മണിപ്പാലാണോ എന്ന് എനിക്ക് എക്സാക്ട്ലി മണിപ്പാൽ ഓർമ്മയില്ല. അല്ലേ? വൺ ഓഫ് ദീസ് പ്ലേസസ് ഐ തിങ്ക് എൻ്റെ അപ്പയ്ക്കായിരിക്കും നല്ല ഇട്ടത്. എൻ്റെ ഷെഡ്യൂൾ എൻ്റെ ആളും കൊള്ള അവർക്ക് അറിയുന്നു. ഞാൻ ജസ്റ്റ് പ്രസന്റേഷൻ ഉണ്ടാക്കും, ആരെ ഓഡിയൻസ് എന്നറിയും. ഐ വിൽ ജസ്റ്റ് ഡു ദാറ്റ് വർക്ക്. നമുക്ക് കുറച്ച് പിന്നെ കേരള എക്കണോമി കുറച്ച് സീരിയസ് ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. Yeah. ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി ഒരു 5ാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കണം ടെക്സ്റ്റിൻ്റെ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു പ്രോസസ്സ് എന്ന് പറയാമോ കേൾക്കുന്നവർക്ക് ഒരു സിമ്പിളായിട്ട്? ഷുവർ. ഇവൻ ഐ പെർട്ടിക്കുലർലി യൂസ് 2 ടൂൾസ് ഉണ്ട്. സ്റ്റഡി ഫെച്ച് എന്ന് പറയുന്നതും വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് ഫ്രീ എല്ലാം പ്ലാറ്റ്ഫോംസ് ആണ്. എക്സാക്ട്ലി. സോ രണ്ടും സ്റ്റഡി ഫെച്ച് ഇസ് എ ഫ്രീമിയം, നോട്ട്ബുക്ക് എല്ലാം ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. Free. പെയ്ഡ് ആയിട്ടുള്ളത് ആരും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു അതാ, അതെ. കുറേ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. പക്ഷെ എൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. നോട്ട്ബുക്ക് എല്ലാത്തിനകത്തുള്ള ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്തു നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും, ഒരു ചാറ്റ് ബോട്ട് പോലെ. അതെ. നോട്ട് ഓൺലി ദാറ്റ്, ഈ ഒരു ടൂള് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു വീഡിയോ ആക്കി മാറ്റും, വോയിസ് സൗണ്ട് എല്ലാം വെച്ച് പോഡ്കാസ്റ്റ് ആക്കി മാറ്റും. പോഡ്കാസ്റ്റ് ആക്കി മാറ്റാതെ നോട്ട് ഓൺലി ദാറ്റ് ഇതും കൂടി ചെയ്യും. ലൈക്ക് ഫുൾ മൈൻഡ് മാപ്പ് ഉണ്ടാക്കി തരും, ഫുൾ നോട്ട്സ് എഴുതി തരും, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി തരും, ലൈക്ക് ക്വസ്റ്റ്യൻ ആൻസർ, അതെ. ലിറ്ററലി എങ്ങനെ പഠിക്കണമെന്ന് ഫുൾ സ്റ്റഡി പ്ലാൻ വരെ ഉണ്ടാക്കി തരും ഈ ഒറ്റൊരു ടൂൾ. ഇപ്പൊ ഈയൊരു പുത്തൻ ഫീച്ചർ അനൗൺസ് ചെയ്തു, PPT വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇൻഫർമേഷൻ വെച്ച് ആ ഒരു ചാപ്റ്റർ വെച്ച് ഉണ്ടാക്കി തരും. ഇനി ഫുൾ മാർക്ക് വായിക്കാതെ വേറെ വഴിയില്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് മുഴുവൻ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. കുറച്ചൊരു 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ശരിക്കും ഒരു മെഷീൻ ലേണിംഗ് പ്രോസസ്സ് ഇതിലുണ്ടോ? നമ്മൾ കുറച്ച് ചോദ്യം ചോദിച്ച് ഇതിനെ ഒന്ന് ഇൻ്റലിജൻസ് കൂട്ടുക, അങ്ങനെ ഒരു പ്രോസസ്സ് വേണോ? അതായത് ഇപ്പം നമ്മളൊരു ബോട്ടണി ബുക്കാണെങ്കിൽ നമ്മൾ വോട്ട് ഈസ് ഫോട്ടോസിന്തസിസ് ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കണം എന്ന് വെച്ചോ. എക്സാക്ട്ലി. ചോദിച്ച് അതിനെ പല ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാമിന് വേണ്ടി തരില്ലേ? ഡെഫിനറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടി അടുത്ത എക്സാംസ് ലൈക്ക് ഡെഫിനറ്റ്ലി പഴയ എക്സാമ്പിൾസ് വെച്ചിട്ട് അതെന്തായാലും തരും. ഇതിന്റെ ഒരു പാറ്റേൺ നോക്കിയിട്ട് ആ ഒരു പാറ്റേൺ എക്സാക്ട്ലി. പക്ഷെ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് അറിയേണ്ട ആവശ്യമില്ല മെഷീൻ ലേണിംഗ് ആണോ എന്താണോന്ന്. സിമ്പിളായിട്ട് ഈ ടൂൾ ഇറക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്യുന്നു, നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ, വാട്സാപ്പിൽ ഒരാൾക്ക് ഫോട്ടോ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുന്ന ഒരു PDF അയച്ചു കൊടുക്കുന്ന പോലെ PDF അപ്ലോഡ് ചെയ്യുന്നു, ലിങ്ക് യൂട്യൂബിന്റെ ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ലിങ്ക് വരെ ഇടാം, PDF ഉണ്ടെങ്കിൽ എന്തെല്ലാം സോഴ്സസ് അയച്ചു, ഡ്രൈവിന്റെ ലിങ്ക് ആണെങ്കിലും എന്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, ഒരു പടം വരെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു, അതെല്ലാം റീഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞുതരും. ആൻഡ് ഐ വുഡ് സജസ്റ്റ് ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്കിന്റെ പകരം ഓരോരോ ചാപ്റ്റർ ആയിട്ട് ചെയ്തു തരാൻ. അപ്പോൾ ഓരോ ചാപ്റ്റർ അത് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതെ അതെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഇലോൺ മസ്ക് പറഞ്ഞിരുന്ന ഒരു ഷെറോള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഏജിങ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം എററാണ് DNA-യിലെ. ആ പ്രോഗ്രാം കാരണം അതുകൊണ്ടാണ് പുള്ളി അതിൽ പറഞ്ഞത്, ഇപ്പം നമ്മുടെ ഒരു 70 വയസ്സുള്ള ഒരാളുടെ വലത്തെ കൈയും ഇടത്തെ കൈയും ഒരേപോലെയാണ് ഏജ് ചെയ്യുന്നത്. ഓരോ അവയവങ്ങളും നോക്കിയാൽ 70 വയസ്സ് കാണും, കണ്ണ് നോക്കിയാലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാമാണ് ഏതൊരു DNA-യിലെ, അത് കണ്ടെത്തി ആ പ്രോഗ്രാം മാറ്റി എഴുതുന്നു. അപ്പോൾ നമ്മൾ ഏജിങ് നേരത്തെ ഈ ഒരു സ്റ്റഡീസ് ഉണ്ട് DNA-ആയിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം, അപ്പോൾ ഒരു DNA ആദ്യത്തെ ഒരു സെൽ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അത് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്ത് ആ ഒരു രോഗം തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പറ്റും ഓരോരുത്തരെ. അത് ജനറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഈ റീസെൻ്റ് ഇതിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് പോവർട്ടി, എല്ലാം ഓവർ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ AI ഹ്യൂമനോയിഡ്സ് വിൽ ടേക്ക് ഓവർ ഓൾ ദ ജോബ്സ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, വേണമെങ്കിൽ നമുക്കൊരു ഗാർഡനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്ന ഒരു ഹോബിക്ക് വേണ്ടി ചെയ്താൽ മതി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു AGI 2026 പുള്ളി അതിൽ പറയുന്നുണ്ട്. പിന്നെ ASI സൂപ്പർ ഇൻ്റലിജൻസ് 2030 പറയുന്നുണ്ട്. ഇത് വാച്ച് ചെയ്തിരുന്നത് എന്താണ് റൗളിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്?
ഐ മീൻ കേൾക്കുമ്പോൾ തോന്നുന്നത് ഐ എം വെരി ഹാപ്പി ദാറ്റ് എല്ലാവരും ഫ്യൂച്ചറിൽ എഐയുടെ കാര്യം ആലോചിക്കുന്നുണ്ട്, അതെ. ഇൻക്ലൂഡിങ് ഇലോൺ മസ്ക്. ബിക്കോസ് ഇലോൺ മസ്ക് തന്നെ 2 വർഷം മുമ്പ് പറഞ്ഞ AI is more dangerous than nuclear weapons എന്ന് അതെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഹാപ്പി ഹീസ് ചേഞ്ചിങ് ഹിസ് തോട്ട്സ് ഓൺ ദാറ്റ്. ഉം. ബട്ട് മോർ ദൻ ദാറ്റ്, ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വി നീഡ് ടു ബി കെയർഫുൾ അബൌട്ട് ദ ഫ്യൂച്ചർ, റൈറ്റ്? ഇപ്പം തന്നെ വി നീഡ് ഗവൺമെന്റ് ബോഡീസ് ടു മേക്ക് ഷുവർ ഇങ്ങനൊരു AI വരുന്നുണ്ട്. ഇപ്പോൾ UAE ഓൾറെഡി AI മിനിസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞു. അതെ. നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ല. ഇല്ല. വേണമെങ്കിൽ എന്നൊക്കെ വോട്ട് ചെയ്യാം, ഞാൻ വേണം നിൽക്കാതെ. പക്ഷെ അത് more than ആലോചിക്കാവുന്ന കാര്യമാണ്. പുതിയ അതന്നെ ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞ് അതന്നെ ഇത്. അതന്നെ വേണം അതുപോലെ നിൽക്കാതെ. എന്തായാലും ജെൻ സിയും ജെൻ ആൽഫയൊക്കെ നമ്മളെ ഒരുപാട് ഐഡിയ ഉള്ളവരൊന്നും നമ്മൾ ഇതിന്റെ പോളിസി എക്സാക്ട്ലി. മേക്കേഴ്സിന്റെ ഭാഗമാകുന്നില്ല. ഏതാണ് നമ്മളെ ഓരോ വർഷവും ഇവിടെ ബജറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇനി 1-ാം തീയതി വരുന്നുണ്ടല്ലോ. പുതിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ CM വന്നു കഴിയുമ്പോൾ ഒരു 100 ഡേ പ്ലാൻ ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇവരൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നോന്ന് അറിയില്ല. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ എന്തായാലും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പുതിയ തലമുറ റൗളിനെ പോലുള്ളവരെയും ഒക്കെ അഭിപ്രായങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. കാരണം എന്നാലേ ജനാധിപത്യം ആകുന്നുള്ളൂ ശരിക്കും, അല്ലേ? എക്സാക്ട്ലി. ബിക്കോസ് അപ്പോൾ ഞങ്ങൾ തന്നെയാണല്ലോ കേരളത്തിൽ എല്ലാരും പോയി കണ്ട് നിൽക്കാൻ പോകുന്നത്. നിൽക്കാൻ പോകുന്നത്. കാരണം യൂത്ത് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതന്നെ. ഓൾഡ് ഏജ് ഹോം മാത്രമായിട്ട് ആവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ അത് വളരെ പ്രധാനമാണ്. ശരിക്കും ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു സീരിയസ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ പിന്നെ റൗൾ ചിന്തിക്കുമായിരിക്കുമല്ലോ, ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് GST ഇൻകം ഉണ്ട്. കേരളത്തിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ. മദ്യം, ലോട്ടറി തുടങ്ങിയതിൽ നിന്ന് ഒരു മെയിൻ വരുമാനം. വഴികളാണ് പൈസ അതെ, ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പുറത്തുള്ള എക്കണോമിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമാണ് ഈ 11 ലക്ഷം കോടിയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. വീണ്ടും ഇപ്പോഴും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രെയിൻ ഔട്ട് ആവുന്ന മുഴുവൻ ഇതേപോലെ പഠിക്കാനായി പുറത്ത് പോകുന്നു. 30-40 ലക്ഷം രൂപ ഇവിടുത്തെ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ എക്സാക്ട്ലി. അച്ഛനും അമ്മയോ റിട്ടയർ ആവുന്ന പൈസയായിട്ട് മക്കൾ പുറത്തേക്ക് പോകുന്നു. വീണ്ടും ഇവിടുന്ന് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന കുറേ എക്കണോമി മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ലക്ഷ്യവും. ഇപ്പം നമുക്ക് ഇപ്പോൾ AI ഉണ്ട്. റൗൾ ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയ കുറച്ച് കാര്യങ്ങൾ, കാരണം AI സ്വന്തം കാര്യം അങ്ങനെയുള്ളതപ്പുറം എന്ന് വെച്ചാൽ നമ്മുടെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. റൗൾ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടോ? നാളെ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു CM ആയാൽ, അല്ലെങ്കിൽ ഞാനിപ്പം എനിക്ക് അവിടെ ഒരു ഒരു അഡ്വൈസറിൻ്റെ റോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ? കാരണം നിങ്ങളൊക്കെയാണല്ലോ ചിന്തിക്കേണ്ടത്. എക്സാക്ട്ലി. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു ചിന്തയിൽ വരുന്നത്? ഐ മീൻ പെർട്ടിക്കുലർലി കുറേ ഐഡിയാസ് ഉണ്ട്, റൈറ്റ്? ബിക്കോസ് ഐ ബിലീവ് ഞങ്ങളുടെ ഒരു തോട്ടും ജനറേഷൻ, ഈ ഒരു ജനറേഷൻ ലൈക്ക് ഐ സെഡ് ബിഫോർ ആണ് ഫ്യൂച്ചറിൽ അതെ. നിൽക്കുന്നത്. സോ ഫ്രം വാട്ട് ഐ ഹാവ് ടോക്ട്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരും വെച്ചിട്ടും there are lot of ideas, lot of things that could be implemented, right? Especially any abroad പോകുമ്പോഴും I see a lot of ideas. ഉം. എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, റൈറ്റ്? ബിഫോർ ഇൻറ്റഗ്രേറ്റിംഗ് ഈ എല്ലാം കാര്യം, മെയിൻ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ടു ബി ഫിക്സ്ഡ് ഇസ് സിവിക് സെൻസ്, റൈറ്റ്? നമ്മൾ എത്ര ഇപ്പം എൻ്റെ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് പ്രൊജക്ടർ ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, റൈറ്റ്? വി ആർ ദ ഹയസ്റ്റ് പ്രിറ്റി ഗുഡ് സ്കൂൾസ്, ഇത് ACM എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ സ്കൂൾ എത്ര റീപെയിൻറ്റ് ചെയ്താലും മതിലൊരു കുട്ടി ഒന്ന് വരച്ചാൽ അവർക്ക് പിന്നെയും പെയിൻറ്റ് ചെയ്യണ്ടേ? ആ കുട്ടീൻ്റെ അടുത്ത് വരയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്നതല്ല നല്ലത്, പിന്നെയും പിന്നെയും പെയിൻറ്റ് ചെയ്യുന്ന ആളെന്നല്ല, അതെ. റൈറ്റ്? സോ വി നീഡ് സിവിക് സെൻസ്, റൈറ്റ്? ഇവിടെ സ്പെഷ്യലി ഇൻ ഇന്ത്യ, സ്പെഷ്യലി ഇൻ കേരള തന്നെ വി ആർ പ്രിറ്റി, എന്താ പറയുന്നത്, ഐ എം നോട്ട് സെയിങ് കേരളനെ പൊക്കുവത്താക്കുമല്ല, പക്ഷേ നമുക്കുണ്ട്, റൈറ്റ്? കുറച്ചെല്ലാം സിവിക് സെൻസ് ഉണ്ട് ഫ്രം വാട്ട് ഐ ഹാവ് സീൻ. പക്ഷേ വി നീഡ് ടു ബി ബെറ്റർ, റൈറ്റ്? ഉം. അത് ചെയ്താലേ എത്ര ചെയ്യാമെന്നല്ലേ ഒരു ഡിജിറ്റൽ ക്ലോൺ പോലും ഉണ്ടാക്കിയാലും ഉപയോഗമുള്ളൂ, റൈറ്റ്? ആൻഡ് ഐ ബിലീവ് ലെറ്റ്സ് സേ AI വന്നു, റൈറ്റ്? AI വരുമ്പം ദർ ആർ തിങ്സ്, എൻ്റെ ഒരു ഐഡിയ എന്നാണ്, ഐ വുഡ് സ്റ്റാർട്ട് ഫ്രം എഡ്യൂക്കേഷൻ സിസ്റ്റം. ബിക്കോസ് എഡ്യൂക്കേഷനിൽ നിന്നാണ്, സിവിക് സെൻസ് ആണ് എന്താണ് പഠിപ്പിക്കുന്നത്. ഐ വുഡ് ടീച്ച് പീപ്പിൾ റാദർ ദൻ ഫോഴ്സിങ് ദം ടു സ്റ്റഡി. ഒരു 10ാം ക്ലാസ് വരെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, ബേസിക്സ് വേണം, ബേസിക്സ് വേണം. റൈറ്റ്? പക്ഷേ ഐ വുഡ്ന്റ് സേ 8 മണിക്കൂർ ഒരു ദിവസം. ബിക്കോസ് 8 മണിക്കൂർ ഒരു ദിവസം ചെയ്ത് ഒരു ഗുണമില്ല. നമ്മുടെ ഫിൻലാൻഡിൽ പോയാൽ തന്നെ ഹയസ്റ്റ് ഗ്രാജുവേഷൻ റേറ്റ് ബട്ട് ഓൺലി 5 hours, ഉം. റൈറ്റ്? സോ ഐ ബിലീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് ക്യാൻ ഡിക്രീസ് ഇൻ ഇൻക്രീസ്. ടൈമിൻ്റെ കാര്യമാണെങ്കിലും ഓർ ജസ്റ്റ് അബൌട്ട് ഇപ്പം നമ്മുടെ സ്കൂൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ടു തിങ്ക്, റാദർ ആ സ്കൂൾസ് ടു ടീച്ച് ഹൗ ടു തിങ്ക് ഓഫ് എ ന്യൂ ഐഡിയ, റൈറ്റ്? ഹൗ ടു ഇന്നോവേറ്റ്. എങ്ങനെയാണ് ഒരു കുട്ടി ഒരു പുത്തൻ ഐഡിയ തിങ്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, മോർ ദെൻ വാട്ട് ടു തിങ്ക്, റൈറ്റ്? ബൈ ഹാർട്ട് ചെയ്യിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വെർ ഐ വുഡ് സ്റ്റാർട്ട് വിത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഐ വുഡ് ടീച്ച് ദം എങ്ങനെയാണ് ടാക്സ് അറിയേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബേസിക് സ്കിൽസ് പഠിപ്പിക്കും. ബിക്കോസ് മോർ ദൻ ഡിഗ്രീസ് ഇനി സ്കിൽസ് ആണ് മാറ്റർ ചെയ്യുന്നത്. എഡിറ്റിംഗ്, കോഡിങ്. ഇപ്പം ചേട്ടൻ തന്നെ ക്യാമറ ഇതെല്ലാം പഠിപ്പിക്കുന്നത്, അത് സ്കൂളിൽ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, ഇല്ല. റൈറ്റ്? സോ
ഓൾ ദീസ് ബേസിക് സ്കിൽസ് ആർ ഗോയിങ് ടു മാറ്റർ. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് VHSC ഉണ്ട്. പക്ഷെ അവിടെ എന്താ സ്കിൽസ് എന്ന് പറയുന്നത് തയ്ക്കുന്നു. അതൊക്കെയാണ് ഉള്ളത് സ്കിൽസ്, റൈറ്റ്? അതെ. വിച്ച് ഐ എം നോട്ട് സീയിങ് ഇസ് നോട്ട് സ്കിൽസ്. ഉം. പക്ഷെ എത്ര ആൾക്കാർക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ട്, അതെ. റൈറ്റ്? ഇപ്പൊ നമ്മളൊരു കരിക്കുലം ചേഞ്ച് അങ്ങനെ ഒരു എക്സാക്ട്ലി ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് എക്സാക്ട്ലി രാഹുലിന് തോന്നുന്നത്? സി എല്ലാവരും വിചാരിക്കും ഞാൻ കുഞ്ഞിലെ പോലെ എല്ലായിടത്തും AI പഠിക്കാൻ പറയുന്നു. ഐ വുഡൻ സേ ദാറ്റ്. ഇപ്പം എക്സാമ്പിൾ AI ഇസ് ലൈക്ക് കാൽക്കുലേറ്റർ, റൈറ്റ്? കാൽക്കുലേറ്റർ നമുക്ക് കുഞ്ഞിലെ മുതലേ എല്ലാ മാത്സിലൊക്കെ കാൽക്കുലേറ്റർ തന്ന ഉപയോഗമുണ്ടോ? ഇല്ല, റൈറ്റ്? അതെ. നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ ഐ വുഡ് സേ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ ഒരു എസ്സേ എഴുതുന്നതെന്ന് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഏജ് കഴിയുമ്പോൾ പറയുന്നു, ഇത് AI ഉപയോഗിച്ച് നിനക്ക് ചെയ്യാൻ പറ്റും. ഈ ഏജ് മുതൽ, റൈറ്റ്? +1 മുതൽ നിനക്ക് AI ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതാണ് കാരണം, റൈറ്റ്? ദീസ് തിങ്സ് ആർ വെരി മച്ച് ഗോയിങ് ടു മാറ്റർ. സോ AI കുഞ്ഞിലെ പോലെ പഠിപ്പിക്കാതെ ഒരു സർട്ടൺ ഏജ് ഹൗ മേക്ക് ദം യൂസ് their natural Right. intelligence first, then their artificial intelligence help എങ്ങനെ ചെയ്യുന്നു to enhance that rather than fully relying on AI. Enhance their abilities അല്ലെ? Enhance And their skills. exactly enhance their skills and natural intelligence. That is Studies. where they should use Yeah. AI. സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസ് എനിത്തിങ്, ഉം. റൈറ്റ്? ഡെയിലി ലൈഫിൽ എങ്ങനെ ഒരു AI ഉപയോഗിക്കണം ഇസ് എ വെരി മാൻഡറ്ററി തിങ്. എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഇസ് എ മാൻഡറ്ററി തിങ്. ബിക്കോസ് ഗെസ് വാട്ട്, നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാവരും ഫോൺ ഉപയോഗിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ഇന്ത്യ മോസ്റ്റ് അല്ല, ലോഡ് ഓഫ് ഇന്ത്യൻസ്, അതെ. കേരളയിൽ തന്നെ കുറെ പേര് ഡോണ്ട് യൂസ് ഫോൺസ് യെറ്റ്. Yes. സ്മാർട്ട് ഫോൺസ് അല്ലാതെ നോർമൽ ഫോൺസ് അവർ ഉപയോഗിക്കുന്നത്. നമ്മളാണ് സ്മാർട്ട് ഫോൺസിന്റെ ഏജ് കയ്യാറായി VR കണ്ടു ഇതൊക്കെ കണ്ടിരിക്കുക, റൈറ്റ്? സോ വി നീഡ് ടു മേക്ക് ഷുവർ എവ്രി വൺ ഗ്രോസ് ടുഗെദർ, റൈറ്റ്? കൂടുതൽ പേരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ചാലാണ് AI ബേസ്ഡ് ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് അത് ശരിക്കും തന്നെ, എല്ലാ സെഗ്മെന്റിലും സമൂഹത്തിന്റെ എല്ലാ സെഗ്മെന്റിലേക്കും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു എക്സാക്ട്ലി. കാര്യമാണ്. നമ്മൾ അതിനിടയ്ക്ക് ഈ കുറച്ചൊരു സീരിയസ് ടോപ്പിക് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. നമുക്ക് നമ്മുടെ എക്കോണമിയിലേക്ക് ആഡ് ചെയ്യപ്പെടാൻ പുറത്തുനിന്ന് എമൗണ്ട് വരേണ്ടതുണ്ട് ഡെഫിനറ്റ് ആയിട്ടും കേരളത്തിൻ്റെ. അപ്പോൾ നമ്മളിപ്പം ഒരു ടേംസ് കുറേ പേർക്ക് അറിയായിരിക്കും, കാർബൺ ക്രെഡിറ്റ്സ് കേൾക്കുന്നുണ്ട്. ഒന്നാമത് വലിയ ഇൻഡസ്ട്രീസ് ഉണ്ടാകുമ്പോൾ അവർ മാൻഡേറ്ററി ആയിട്ട് പേ ചെയ്യേണ്ടതാണ് ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക്. ഇപ്പോൾ കേരളം നമുക്ക് ഇത്രയും ഒരുപാട് പച്ചപ്പുള്ളത് എന്ന് പറയുന്ന, അങ്ങനെയാണുള്ള പേര് തന്നെ വന്നത്. നമ്മുടെ ഒരു വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു തെങ്ങ്, മാവ്, ഇതിന് നമുക്ക് മുറിച്ച് കളയേണ്ട കാര്യമില്ല. ഇപ്പം അത് നമ്മളെ പേ ചെയ്യും എന്ന രീതിയിൽ. പിന്നെ ഫോറസ്റ്റ് ഉണ്ട്. സർക്കാരിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയാൽ, ഇപ്പം വിദേശ ഏജൻസികളൊക്കെ ആണല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് സ്കോറൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ AI വെച്ചിട്ട് നമുക്ക് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ അബ്സോർബ് ചെയ്യുന്നു, അതിനനുസരിച്ചാണല്ലോ ക്രെഡിറ്റ് സ്കോർ കിട്ടുന്നത്. അതോടൊപ്പം മറ്റേവർക്ക് ഫൈൻ പോലെ എന്ന് പറയാം. നമുക്ക് വലിയ ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ച് സിമെൻറ്റ് ഫാക്ടറീസ് ആയാലും സ്റ്റീൽ ഫാക്ടറീസ് ആണെങ്കിലും ഇപ്പം വലിയ ഡേറ്റാ സെൻറ്റേഴ്സ്, ഗൂഗിൾ, ആമസോൺ, അവരൊക്കെ പേ ചെയ്യണം, മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു നോക്കുക ഗവൺമെൻറ്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളതിനപ്പുറം കേരളം മുഴുവനുള്ള ഒരാൾക്ക് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻകം വരും. പഞ്ചായത്ത് തലത്തിൽ ഒരു രജിസ്ട്രി ഉണ്ടാക്കുകയാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു വരുമാനം വരും. പ്ലസ് ഓരോ ഈച്ച് ഇൻഡിവിജ്വലിന് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോകുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രോജക്റ്റിനെ പറ്റി നമുക്കത് എന്താണ് രാഹുലിൻ്റെ അഭിപ്രായം? I mean, this is a very good idea. Technically, this has also already started. Yeah. Government side in Alava Ambani's അതെ, son, right? അതെ, Adani is. അതെ. I don't think Adani also. Anil Ambani, I think, right? Son of Ambani അതെ. sir is doing it. Anyway, leaving that aside. So, already our Reliance in ഒരു കുറേ സ്ഥലം വാങ്ങിച്ചിട്ട് കാർബൺ അത് ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, റൈറ്റ്? സോ ഡെഫിനറ്റ്ലി കേരള ക്യാൻ ടേക്ക് ദാറ്റ് ആസ് വെൽ. ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു വിശ്വാസ്യത, Exactly. I റിലയബിലിറ്റി mean, വരികയും നമുക്ക് ഇപ്പം വിദേശ കമ്പനികൾ തന്നെ more than that, നമുക്ക് കുറെ മരങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അത് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മുടെ ഈ ഗോസ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രി, ഇപ്പം നേരത്തെ പറഞ്ഞ ഗോഡ്സ് ഓൺ കൺട്രി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ അതന്നെ. നിന്നൊരു മാറ്റം വരും. എല്ലാവർക്കും വരുമാനം വരുന്നു. രണ്ടാമത്തൊരു കാര്യം, ശരിക്കും ഇത് വേൾഡിന് വേണ്ടി നമ്മുടെ ഈ മരങ്ങൾ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നില്ല. എക്സാക്ട്ലി. ഭാവിയിൽ ഓക്സിജൻ്റെ പ്രശ്നം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പം ഡൽഹി തന്നെ അറിയാം, പൊള്യൂഷൻ്റെ പ്രശ്നങ്ങൾ അറിയാം. അപ്പം ഈ മരങ്ങൾ പ്രകൃതിക്ക്, നമ്മുടെ ഈ സമൂഹത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്നതിന്
നമുക്ക് പേയ്മെന്റ് കിട്ടണം ശരിക്കും പറഞ്ഞാൽ. എക്സാക്ട്ലി കിട്ടാൻ പറ്റും. അപ്പോൾ അത് ഒരു പ്രോജക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും വലിയ കമ്പനികൾ, അപ്പോൾ നമ്മുടെ എക്കോണമിയിലേക്ക് ഒരു ഫണ്ട് വരാൻ പറ്റിയ ഒരു സോഴ്സ് ആണത്. Exactly. I mean, see, we don't even yes, trees and nature, that is a very good idea. We don't have to rely on alcohol or lottery. പക്ഷെ അതല്ലെങ്കിലും നമുക്ക് എത്ര മീനുകളുണ്ട്. We were one of the main trade centers in way before, അതെ right? അതെ ആദ്യം ഇവിടെ തന്നെ വാസ്കോഡഗാമ വന്നത് എവിടെ? അതെ കോഴിക്കോട്, right? കോഴിക്കോട് See, I'm not saying it to be like proud ആയിട്ട് Kerala this that, but you can take advantage of those things. We can take advantage of even our history. Fort Kochi എന്ന് പറഞ്ഞ സ്ഥലം എന്ത് രസാ കാണാൻ, ഉം, right? We can again go back to God's own country, ഉം. right? We can increase tourism very easily. നേച്ചർ നമ്മളിപ്പോ ക്ലൈമറ്റ് ഒത്തിരി നമുക്ക് ഉണ്ട് അല്ലേ? Kerala is a country that has the biggest Everything. mall, right? From our biggest mall to Tourism. mountains to beaches to the good highways to literally we have awesome stuff, അതെ right? ഈവൻ വലിയ കമ്പനീസും എല്ലാം ഇവിടെ ഉണ്ട്, റൈറ്റ്? അതെ അതെ ഗൂഗിളിന്റെ അതെ കുറെ അതെ ഓഫീസസ് ഉണ്ട്, അതെ വലിയ ഇൻഫോ അതെ പാർക്ക് എല്ലാം ഉണ്ട്. അതെ But at the same time we have villages, we have everything, അതെ right? We can increase the tourism like anything. എനിത്തിങ് അതെ പക്ഷെ at the same point, like see ദുബായിൽ ഫേക്ക് ആയിട്ട്, ഐ എം നോട്ട് സെയിങ് right. I don't like Dubai, I ഉം, love Dubai. ഉം. പക്ഷെ അവിടുത്തെ പ്ലാൻസ് ഇസ് ഫേക്ക്, അവിടുത്തെ വെള്ളം വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ഇറ്റ്സ് a place that is planned and made. നമുക്ക് ഫേക്ക് ആയിട്ട് പ്ലാന്റ്സിന്റെ ഒരു ആവശ്യമില്ല. കോക്കനട്ട് ട്രീസ് നമുക്ക് ഇല്ല. ഫേക്ക് ആയിട്ട് വെള്ളത്തിന്റെ ഈവൻ ആവശ്യമില്ല, ഫേക്ക് ആയിട്ട് ചെടികൾ ബീച്ച് നടാൻ വേണ്ട. വേണ്ടി മണ്ണ് പോലും ഷിപ്പിൽ കൊണ്ടുവന്നതാ. മണ്ണ് എക്സാക്ട്ലി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടാണ് അവിടെ മരങ്ങൾ നട്ടേക്കുന്നത്. എക്സാക്ട്ലി. അല്ലെങ്കിൽ മണലല്ലേ? പക്ഷേ കേരള ഈസ് ഗോയിങ് ടു ദാറ്റ് പ്ലേസ്. നമ്മളിപ്പോ എവിടെന്നാ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരുന്നത്? അതെ കേരളയിൽ നിന്നായിരുന്നു മുമ്പേ, നമ്മൾ അതെ കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ എവിടെന്നാ വരുന്നത്? അതെ തമിഴ്നാടു, തമിഴ്നാട്. നമുക്കിപ്പോൾ right? ഓരോ സെഗ്മെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂലം നമുക്ക് ഓരോ സെഗ്മെന്റിൽ, കാരണം വളരെ താഴേക്കിടയിലെന്ന് നമ്മൾ പറയുന്ന സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ചെയ്യുന്ന ജോലി എളുപ്പമാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഓരോ സെഗ്മെൻറ്റ്, ഞാൻ ഇടയ്ക്കൊരു കാര്യം ആലോചിച്ചു. നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് രാജ്യങ്ങളിൽ കുറേ സോഫ്റ്റ് എക്കണോമി മോഡൽസ് സക്സസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. ഓരോ മോഡൽസ് ഉണ്ട് ഓരോ രാജ്യം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ടൊരു കോൺസെപ്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ് മുമ്പ് വെക്കുകയാണ്, ഒരു റെയിൻബോ എക്കണോമി എന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഒരു ഇത് ഞാൻ നോക്കിയപ്പോൾ US ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എങ്കിലും ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഫിഷർമാൻ Ocean ഒക്കെ. മീൻ പിടിക്കാനായിട്ട് പോകുന്നു. 5-6 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്യൂവൽ, ഇത് കുറച്ചുകൂടെ നമുക്ക് ശരിക്കും അണ്ടർ വാട്ടർ ഡ്രോൺസും സാറ്റലൈറ്റ് ലിങ്ക് ചെയ്ത് AI ബേസ്ഡ് ആയിട്ട് ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ചാകര ഉണ്ടെങ്കിൽ തന്നെ ചാകര ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് മീൻ ഇന്ന പർട്ടിക്കുലർ മീൻ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ അവിടെ തന്നെ പോയി ക്യാച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള അപ്പൊ അത്രയും വേസ്റ്റ് ആകത്തില്ല ഫ്യൂൽ. അത്ര ഫ്യൂൽ വേസ്റ്റ് ആവില്ല. എക്സാക്ട്ലി. സി the thing about all these is നമുക്ക് we can actually go to that length, right? And ഇത്രയും പോയില്ലെങ്കിലും ഉം. see these things can have very simple solutions also. അതെ For example, നമുക്ക് ഇൻപുട്സ് അത് കൊടുക്കണമെന്നില്ല തന്നെ ഡേറ്റ അല്ലേ? ഇപ്പൊ തന്നെ ഗൂഗിൾ മാപ്സ്, റൈറ്റ്? ഗൂഗിൾ മാപ്സ് ഇസ് ലൈക്ക് ഒരു സാറ്റലൈറ്റ് മേളിലോട്ട് ഇടുന്നു, എന്നിട്ട് അതെ എങ്ങോട്ട് പോവാന്ന് പറയുന്നു. അതെ ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻസർ. സിമിലർ തിങ് ക്യാൻ ഹാപ്പൺ ഹിയർ ഓൾസോ, റൈറ്റ്? ഇവിടെ റാദർ ദാൻ 3-4 people going on different, നമ്മളിപ്പോൾ എന്താന്ന് പറയട്ടെ, മുമ്പ് ട്രാൻസ്പോർട്ടേഷന് വാസ് ലൈക്ക് കൂടെ പോകുന്നു, റൈറ്റ്? കൂടുതൽ ബസ്സസ് ഉണ്ട്, കൂടുതൽ അതെ ഇതുണ്ടായിരുന്നു, വണ്ടി ഉണ്ടെന്ന്. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ കാറുണ്ട്. അല്ല, ട്രസ്റ്റ് മീ, ഞങ്ങളുടെ എൻ്റെ അപ്പയ്ക്ക് ഒരു കാറുണ്ട്, വേറെ ബൈക്കുണ്ട് നിങ്ങൾക്ക്. പക്ഷേ one thing is that we should move from that to going together, right? അപ്പം കൂടുതൽ കുറവ് പൊല്യൂഷനും. ആൻഡ് ഇമാജിൻ AI is there to detect ഒരാൾ എത്ര സ്പീഡിൽ പോകുന്നു, അത് ഓൾറെഡി ഉണ്ട് AI ക്യാമറ. ബട്ട് മോർ ദാൻ ദാറ്റ് എത്ര പൊല്യൂഷൻ, റൈറ്റ്? ഇതിനകത്ത് തന്നെ ഇപ്പം ഇമാജിൻ ദർ ഇസ് AI, ഒരു സിമ്പിൾ കാര്യങ്ങൾ തന്നെ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ എവിടെ പൊല്യൂഷൻ ഫിഷ് ഉണ്ട്, ഉണ്ടാക്കുന്നവർക്ക് ഫൈൻ, കമ്പനികൾക്ക് ഫൈൻ ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഈ കാർബൺ ക്രെഡിറ്റ് സ്കോർ നമ്മൾ എക്സാക്ട്ലി പറഞ്ഞത്. അത് തന്നെ. ലൈക്ക് എത്ര പൊല്യൂഷൻ ഉണ്ടാകുന്നു അതിനുവേണ്ടി. ഇപ്പൊ ഈ ഫിഷ് കണ്ടുപിടിക്കുന്നവരെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിഷ് ഉം, ഉള്ളത്, ഉം. ഇതുണ്ട്, അവിടെ പോയി എടുക്കൂ. പക്ഷെ അതെ ഇത്ര ലിമിറ്റ് ഉണ്ടെന്നതിന് ഫ്യൂച്ചറിൽ വേറെ ഫിഷസ് വേണം. അതെ അപ്പൊ ഇവരെ കൊല്ലാൻ പാടില്ല, ഇത്ര എടുക്കാൻ പാടുള്ളൂ. അതെ ആ ഡിറ്റക്ട് ചെയ്യാനും വരെ പറ്റും, അതെ റൈറ്റ്? ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു ഓക്കെ, വിൻഡ് മില്ലും അങ്ങനെ കുറെ സോളാർ എനർജി ഒക്കെ ഉണ്ട്. അതെ വി ഹാവ് ദ വേൾഡ്സ് ഫസ്റ്റ് സോളാർ പവർഡ് എയർപോർട്ട്, ഉം. വേറെ എവിടെ ഉള്ള, അതെ അതെ റൈറ്റ്? പക്ഷേ കുറേ സ്ഥലത്ത് ഫുൾ എന്താ നമ്മൾ സോളാർ ചെയ്യാത്ത, ഫുൾ എന്താ വിൻഡ്മിൽ ചെയ്യാത്ത? ബിക്കോസ് ദീസ് തിങ്സ് ആർ അൺപ്രഡിക്റ്റബിൾ. നമുക്ക് എത്ര
നോട്ട് ബിക്കോസ് ദർ ഇസ് എക്സ്പെൻസ് ഓർ എനിത്തിങ് എക്സ്പെൻസീവ് ആയതുകൊണ്ടല്ല, റൈറ്റ്? നമ്മളെപ്പോഴും ഈ റിന്യൂവബിൾ എനർജി എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നാളെ ഇനിയും അയ്യോ കാറ്റുണ്ടോ, കാറ്റില്ലേ, അയ്യോ നാളെ അതെ സൂര്യൻ കാണോ, ഇല്ല. അതെ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. അതെ സോ വാട്ട് ഇഫ് വി യൂസ് ഇവിടെ AI ടു പ്രഡിക്റ്റ് എത്ര കാറ്റ് വരും, അതെ എത്ര സൺലൈറ്റ് വരും, അതെ റൈറ്റ്? ഇഫ് വി യൂസ് ദാറ്റ് ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ്, അതെ റൈറ്റ്? ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ ലൈക്ക് സോ വി ക്യാൻ മൂവ് ഓൺ ഫ്രം കോൾ, അങ്ങനെ ഓരോ എന്താ പറയുന്നത് ദ എനർജി ദാറ്റ് ഡിസ്ട്രോയ്സ് അവർ പ്ലാനറ്റ്, അതെ റൈറ്റ്? റിന്യൂവബിൾ അതെ എനർജിയിലോട്ട് മാറാൻ പറ്റും അതെ ഇഫ് വി ക്യാൻ ജസ്റ്റ് പ്രഡിക്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് AI. ഐ മീൻ കുറേ ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിഗ്നലിൽ തന്നെ എത്ര ഹോൺ ഉണ്ട്, എല്ലാവരും ഹോൺ അടിക്കും. അതെ ടൈമർ ഇല്ലേ, ഞാനൊരു ഐഡിയ കണ്ടാണ്, ഓരോ പ്രാവശ്യം ഒരാൾ ഹോൺ അടിക്കുമ്പോൾ ടൈമർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഉം. അപ്പൊ ആരും ഹോൺ അടിക്കാതിരിക്കത്തില്ല, അതെ അയ്യോ ഇനി ടൈമർ മുമ്പോട്ട് അതെ പോകണ്ട, റൈറ്റ്? സോ ഐ മീൻ ദർ കുഡ് ബി എ ലോട്ട് ഓഫ് ഐഡിയ. ഐ നോസ് ഈ ഐഡിയ തരാൻ വേണ്ടി ഐ എം വെരി സോറി. സാധാരണ ആൾക്കാർ ഇനി എന്നെ വന്നതാക്കും ഇത് സാധനം ഇംപ്ലിമെന്റ് ചെയ്യാം. ബട്ട് ഇമാജിൻ ദീസ് സ്റ്റഫ് എത്ര പീസ്ഫുൾ ആയിരിക്കും, അതെ റൈറ്റ്? ചുമ്മാ റോഡ്സ് തന്നെ ഇഫ് പീപ്പിൾ ഫോളോ ദ ബേസിക് റൂൾസ് ഹൗ പീസ്ഫുൾ ഇറ്റ് വിൽ ബി. അവർ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് എയുടെ ഒക്കെ ആവശ്യം വരുന്നത്. അതെ അതെ ഐ എം നോട്ട് പുട്ടിങ് എനി വൺ ഡൗൺ ഓർ എനിത്തിങ്. ഐ പേഴ്സണലി ഞാനും സൈക്കിളൊക്കെ ഓടിക്കുന്ന ആൻഡ് ഐ നോ ഹൗ ഐ ഡ്രൈവ്. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഓൾസോ. സോ ഐ എം നോട്ട് സേയിങ് ഐ എം ദ ബെസ്റ്റ്, ഐ എം ഡു. എല്ലാവർക്കും അങ്ങനെ ഫോളോ ഒക്കെ കാണും. സോ ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ബേസിക് ആയിട്ട് വി ക്യാൻ യൂസ് AI, റൈറ്റ്? ടു പ്രെഡിക്ട് അതെ സ്റ്റഫ്, ഞാൻ ഈ അതെ റിന്യൂവബിൾ ഒക്കെ പറഞ്ഞ അതെ പോലെ. ബട്ട് ഓൾസോ it is about humans also. It is a combination, it is a work between both worlds, and that is what matters. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ എക്കോണമി, കാർബൺ ക്രെഡിറ്റ്, അതേപോലെ ബ്ലൂ എക്കോണമി, അത് ശരിക്കും ഫിഷർമാന് യൂസ്ഫുൾ ആയിട്ടുള്ള അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് എക്കോണമി, അപ്പോൾ ശരിക്കും അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തത് കൊറിയയാണ്. ശരിക്കും BTS അവരൊരു K-pop കൾച്ചർ തന്നെ അതവർ വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുകയും ഒരു എക്കോണമിയിൽ ചെറിയൊരു ഇടിവ് വന്ന സമയത്താണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി അത് ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ്. അതിനു മുമ്പ് നമ്മളൊന്നും കേട്ടിട്ടേ ഇല്ല. കൊറിയൻ സീരീസ് കാണുന്ന കുട്ടികൾ, കൊറിയൻ Yeah. സംഗീതം, അവർ നല്ല രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യുകയും അവരുടെ എക്കോണമിയിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് കൊണ്ടുവരാൻ പറ്റുകയും Growth, ചെയ്തു. yes. കേരളത്തിന് ശരിക്കും നമ്മുടെ കൾച്ചറൽ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് കഥകളി ആവട്ടെ, കളരിപ്പയറ്റ് ആവട്ടെ, ഓട്ടൻഡൽ, ശരിക്കും നമ്മുടേതായ ഒരുപാട് മോഹിനിയാട്ടം, ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ തന്നെയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഒരു ശരിക്കും AI ബേസ്ഡ് ആയിട്ട് ഇതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നമുക്കൊരു നമ്മുടെ കേരള എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ കലാകാരന്മാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയെങ്കിലൊക്കെ നമുക്ക് അതുമായിട്ട് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റും? സോ ഞാൻ പറയാം, ഞാൻ ഈ ആസ് എ ജെൻസി പെർസ്പെക്റ്റീവ്, ഞാൻ AI ഓഫ് ഇന്ത്യ പെർസ്പെക്റ്റീവ് അല്ലാതെ ഐ ടെൽ ആസ് എ പെർസ്പെക്റ്റീവ് ഓഫ് എ ടീനേജർ. ബിക്കോസ് ടീനേജേഴ്സ് ആണ് ഈ BTSും ഈ K-ഡ്രാമയും അതൊക്കെ പോപ്പുലർ അതെ ആക്കാൻ മെയിൻ അതെ കാരണം അതെ എൻ്റെ ഒരു ഏജ് അതെ അതെ കാറ്റഗറീസാണ്. അതെ ഐ സ്പെഷ്യലി ടെൽ യു മെയിനായിട്ടുള്ള കാര്യം അവരെന്ന് വെച്ചാൽ അവരുടെ കണ്ടന്റ് ഉണ്ടല്ലോ, ഈ K-ഡ്രാമ ഒക്കെ ഇസ് വെരി റിലേറ്റബിൾ. ഒരു ചിലതൊരു റൊമാൻറ്റിക് കഥകളായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അതെ മ്യൂസിക് ഓൾസോ ഇസ് വെരി അഡിക്റ്റീവ്. അഡിക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, സ്മൂത്ത് ലൈക്ക് ബട്ട് ലൈക്ക് കേട്ടോണ്ടിരിക്കാൻ അതെ അതെ തോന്നും, റൈറ്റ്? അതെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നൊരു ഇത് കൊണ്ടുവന്ന നത്തിങ് അഗേൻസ്റ്റ് ഇറ്റ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കളിച്ച, ഞാൻ പറഞ്ഞല്ലോ ഓ ഫോക്ക് യെസ് ഡാൻസ് കളിച്ചിട്ടുള്ള. സോ ഫോർ മീ എനിക്ക് ഇത് എന്താ പറയണ്ടേ, എനിക്ക് മനസ്സിലാകാൻ ലെറ്റ്സ് സേ ഞാൻ ചെയ്ത കാര്യം ഇപ്പോൾ കഥകളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് എൻ്റെ അതെ പുറയിൽ, അതെ റൈറ്റ്? ആ ഒരു സ്റ്റോറി മനസ്സിലാകാൻ ടൈം എടുക്കും. ആൻഡ് മോസ്റ്റ്ലി ഇഫ് വി ക്യാൻ ഗെറ്റ് ദോസ് സ്റ്റോറീസ്, ഇത് എന്ത് കഥ എന്ന് ബേസ്ഡ് ആണ്, എന്താണിത്, ടു ദ യങ് പീപ്പിൾ, ഒരു റീച്ചിന്റെ പ്രശ്നം അല്ലേ? എക്സാക്ട്ലി അപ്പോഴേ റീച്ച് കൊടുത്തുള്ളൂ, റൈറ്റ്? ഇപ്പം ലെറ്റ്സ് സേ ആ ഒരു വി ഹാവ് വെരി യുണീക്ക് കൾച്ചർ. ആ ഒരു കൾച്ചർ ഇഫ് വി ക്യാൻ മേക്ക് ഇറ്റ് ഫൺ ആൻഡ് കൂൾ ടു നോ, ആ ഒരു ഫൺ കൂൾ. ഇപ്പം എന്താ എല്ലാവരും എന്താ ഐഫോൺ വാങ്ങിക്കാൻ കാരണം, പിന്നെ ഐഫോൺ എല്ലാം നല്ല ഫോൺ ആയതുകൊണ്ടല്ല, പക്ഷെ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേര് ആപ്പിൾ, റൈറ്റ്? ആ യെസ് റൈറ്റ്? ആ ബ്രാൻഡാണ്. ഇറ്റ്സ് എ ഫൺ കൂൾ തിങ് ടു ഹാവ്. ഈ വലിയ വലിയ ഗുച്ചി, ലൂയി വിട്ടോൺ, ഈ വലിയ വലിയ കമ്പനിയുള്ള ബാഗൊക്കെ എന്തിനാ ഇവർക്ക് ആൾക്കാർക്ക്, അതെ ഓർ എന്താ പറയുക, ആൾക്കാർ എന്തിനാ ഇപ്പോഴത്തെ അത്രയും പൈസ കൊടുത്ത് ബ്രാൻഡ് 10,000 റുപ്പീസ് മാത്രം കൊടുത്തിട്ട് ഒരു പേഴ്സൊക്കെ എന്തിനാ? റീസൺ ഇസ് ആ ഒരു ബ്രാൻഡ്. ബ്രാൻഡ് വി ക്യാൻ ക്രിയേറ്റ് എ ബ്രാൻഡ് ഫോർ കേരള. ദുബായ്ക്ക് ഒരു ബ്രാൻഡ് അതെ ഉണ്ട്, റൈറ്റ്? അതാണ് അവിടെ ടൂറിസവും എല്ലാം അതെ ഉള്ള. യെസ് സ്പെഷ്യലി ദർ ക്യാൻ ബി എ ബ്രാൻഡ് ലൈക്ക് ദാറ്റ് ഫോർ
Kerala, and that is what we have to focus on. അതെ, ബ്രാൻഡാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ Branding, yes, പറ്റുന്നത്. and especially we can have a lot of AI used in this. AI, we can say ഇപ്പം AI powered full city ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. Like literally we can use that for branding. World's first AI powered city, world's first solar powered airport. അതൊക്കെ എന്ത് നല്ല കാര്യങ്ങളാണ്, അത് ഇനിയും പോപ്പുലർ ആക്കേണ്ട കാര്യങ്ങളാണ്, അതെ, right? So there are a lot of advantages to it, and there are a lot of disadvantages to it, but yes. our job is to bring both together and popularize this. Even AI, ഇതിനു വേണ്ടി ഐഡിയാസ് വരെ എഐക്ക് തരാൻ പറ്റും, അതെ അതെ, ഇതൊക്കെ ചെയ്യണം അതാണല്ലോ എങ്ങനെയാണ്. പ്രധാനം. AI can be used in every single step, right? ശരിക്കും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പം മനുഷ്യനേക്കാളും ഹ്യൂമനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് തരുന്നതാണല്ലോ. ശരിക്കും നമ്മുടെ പൊളിറ്റീഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ശരിക്കും AI വളരെ യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവരെ ഡയറക്ഷൻ കൊടുക്കുമല്ലോ നന്നായിട്ട്, എങ്ങനെ എന്തൊക്കെ പുതിയ പോളിസീസ് കൊണ്ടുവരാം അല്ലേ? Yes, exactly. See, I'm not saying എഐക്ക് ഫുൾ പവർ കൊടുക്കാൻ എന്ത് ചെയ്യാനാന്ന്. അവരല്ല, അത് അവരെ തന്നെ അതെ അവർ AI is something that has ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ബുക്ക് സജഷൻസിന്ന് അവർക്ക് ചൂസ് ചെയ്യാം അങ്ങനെ. എക്സാക്ട്ലി. ഇപ്പൊ AI എന്താ സിംപ്ലി ഡിഫൈൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു ഫുൾ ബുക്കുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ ബുക്സും കൂടെ നിന്നിട്ട് ഒരാൾ പഠിച്ചു വായിച്ചെന്ന് ആ ബുക്കിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു. അതെ, ഈ 1000ഓളം വേൾഡ്സ് എവറി സിംഗിൾ ബുക്ക്, അതാണ് AI. അത്രയും ഡേറ്റ AIയുടെ ഉണ്ട്. അത്രയും ഡേറ്റ സോ ഉണ്ട്. അതിന്റെ ഒരു ഒപ്പീനിയൻ കിട്ടുന്നത് ഇസ് വെരി വെരി അതെ അതെ, ഗുഡ് തിങ്. അതാണ് നമ്മുടെ aim. ശരിക്കും ഹ്യൂമൻ ഉണ്ടായിരുന്ന തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കിട്ടിയ ഡേറ്റ മുഴുവൻ അനലൈസ് ചെയ്തിട്ടാണല്ലോ തരുന്നത്. അത്ര ഒരു എക്സാക്ട്ലി. ഇതുണ്ടല്ലോ, ഒരു മനുഷ്യനത് പോസിബിളേ അത്രയും അല്ലല്ലോ. കാര്യം അനലൈസ് ചെയ്തിട്ട്, റൈറ്റ്? സോ അതിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് ഇസ് ഗുഡ്. സോ ബട്ട് അറ്റ് ദ സെയിം ടൈം യു നീഡ് എ ഹ്യൂമൻസ് പോയിന്റ് ഓഫ് വ്യൂ. അതെ, ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇപ്പോഴത്തെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ആകണമെന്നില്ല, ഒരു സാധാരണ കുട്ടിയാണെങ്കിലും ഇഫ് ഹി ഹാസ് ദ വോയിസ് ദെൻ എ ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ചേഞ്ച് ഇൻ കേരള. അതെ. അതേപോലെ നമുക്കിപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ഡിജിറ്റൽ ട്വിൻ സിംഗപ്പൂർ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദുബായ് പ്രോസസ്സിലാണെന്ന് തോന്നുന്നു. ഇപ്പം എക്സാക്ട്ലി. നമ്മളൊരു കേരള ഡിജിറ്റൽ ട്വിൻ എന്നൊരു ഇത് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ അത് യൂസ്ഫുൾ ആകും. ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ട്രാഫിക് കൺട്രോൾ, ഒരുപാട് എല്ലാ മേഖലകളും ശരിക്കും. എക്സാക്ട്ലി. യാ, എന്താണ് ഇതിനെപ്പറ്റി റൗണ്ട് ഒരു അഭിപ്രായം? ലൈക്ക് യു സെഡ്, ഞാൻ മുമ്പ് പറഞ്ഞ സെയിം കാര്യം, AI ബീങ് എല്ലാ സ്ഥലത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. ആൻഡ് ഐ വുഡ് സേ ദ സെയിം തിങ്, റൈറ്റ്? ഞാനിപ്പോൾ അന്ന് എൻ്റെ ഐ മെയ്ഡ് എ ഡിജിറ്റൽ ക്ലോൺ ഓഫ് മൈ സെൽഫ് ഓൺലി, റൈറ്റ്? പക്ഷേ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ട്വിൻ ആസ് സച്ച്, യെസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്ലാനിങ് ദ സിറ്റി ബെറ്റർ, യെസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, യെസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ലിറ്ററലി പൊല്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും, അതെ യെസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് എത്ര ബസ്സസ് വേണം, എത്ര ടാക്സീസ് അലൗഡ് ആണ്, അതെ, യെസ് ഇറ്റ് വിൽ ട്രാഫിക് ഹെൽപ്പ് ഇൻ കൺട്രോൾ. ഐ മീൻ എല്ലാ സിംഗിൾ പ്ലേസ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ. ദ പ്രോബ്ലം ഇസ് എത്ര ആൾക്കാർ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ how many people pay taxes? 16%. അതെ Right? We all are paying taxes for those rest of the 70%, അതെ, not 70, അല്ലാലും കൂടുതലായിരിക്കും. ബട്ട് മിക്ക ആൾക്കാരും അതൊരു ഫ്രം എക്കോണമിയാണ്, വാട്ട് ഐ ഹവ് ഹേർഡ് ഗ്രേ എക്കോണമി എന്നാണ് അത് പറയുന്നത്. തന്നെ ശരിക്കും ഇതിന് അത് നമുക്ക് അതൊരു അൺഅക്കൗണ്ടബിൾ മണി എന്ന് പറയുന്ന രീതിയിലാണ്, ഗ്രേ എക്സാക്ട്ലി. എക്കോണമിയാണത്. ഐ മീൻ ഇപ്പൊ തന്നെ ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ. ഐ തിങ്ക് 16 മൈറ്റ് ബി റോങ്, മൈറ്റ് നോട്ട് ബി. ഞാൻ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ യു ക്യാൻ സെർച്ച് ഓൺലൈൻ ആസ് വെൽ, കറക്റ്റ് നമ്പർ അറിയാൻ പറ്റും. പക്ഷെ അത്ര ആൾക്കാർ, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് നോട്ട് 100, ഇറ്റ്സ് നോട്ട് 80 ഓൾസോ. ഐ നോ ഇറ്റ്സ് വേ ലെസ്. 50 ആളും മേളിലല്ല, ഇഫ് ഐ നോട്ട് റോങ് ഇറ്റ്സ് നോട്ട് റൈറ്റ്. സോ അത്രയും ആൾക്കാർ ടാക്സസ് പേ ചെയ്യുന്നില്ല. അതിൻ്റെ പോലും കറക്റ്റ് ഡേറ്റ ഇല്ല, ആര് ചെയ്യുന്നുണ്ട് ആര് അതെ ചെയ്യുന്നില്ലെന്ന്. അപ്പം ഈ ഒരു കാലത്ത് തന്നെ ആ ഒരു കറക്റ്റ് ഡേറ്റ വേണം, എത്ര ബസ്സസ് ഓടുന്നുണ്ട്, എത്ര ടാക്സികളുണ്ട്. ഇപ്പം എത്ര ആൾക്കാർ ഊബറിൽ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അറിയോ എത്ര ആൾക്കാരുണ്ടെന്ന് ടാക്സി ആയിട്ട്, അതെ റൈറ്റ്? സോ വി നീഡ് ദ കറക്റ്റ് നമ്പർ ഓഫ് ഡേറ്റ ബിഫോർ വി മൂവ് ഇൻ ടു എ ഫുൾ അതെ, സ്മാർട്ട് ഡേറ്റ സിറ്റി. ആണല്ലോ ബേസ് ഇതിൻ്റെ എല്ലാം. എക്സാക്ട്ലി. വി നീഡ് ഡേറ്റ, റൈറ്റ്? ഡേറ്റയാണ് ഇപ്പോൾ സിഗ്നലിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ പ്ലാനിങ് എല്ലാത്തിലാണെങ്കിലും ഡേറ്റ വേണം. എത്ര ആൾക്കാർ കേരളത്തിലുള്ള ഡേറ്റ എപ്പോഴത്തെയാ? അതെ 2011 ഡേറ്റയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സെൻസസ് അത് കഴിഞ്ഞിട്ട് നടന്നിട്ടില്ല. അതെ സോ കറക്റ്റ് ഡേറ്റ ഉണ്ടോ? ഇല്ല, റൈറ്റ്? ബിഫോർ ദർ ഇസ് കോൺക്രീറ്റ് ഡേറ്റ, AI വെച്ച് എന്ത് ചെയ്യാനാ, അതെ റൈറ്റ്? അതേപോലെ ശരിക്കും സിംഗപ്പൂർ ഹാഡ് ദാറ്റ് ഡേറ്റ ബൈ ദ വേ. അതെ അതെ. ഓ, ഈ മറ്റൊരു കാര്യം പറയും, നമ്മൾ കേരളത്തിലെ ഈ മറ്റ് സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഈവൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് പറയുമ്പോൾ പറയും നമുക്ക് വലിയ ഇൻഡസ്ട്രീസ് വരാത്തത്, ഇവിടെ ലാൻഡിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, ലാൻഡ് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ? കാരണം നമ്മൾ പറയാണ് എൻ്റെ അച്ഛൻ എനിക്കൊരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ്ങാണ് തന്നത്.
പക്ഷേ എൻ്റെ സുഹൃത്തിന് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് കൊടുത്തു. അവൻ അതുകൊണ്ടാണ് വലിയ പൈസ ഉണ്ടാക്കുന്നത്. എനിക്ക് 100 സ്ക്വയർ ഫീറ്റേ കിട്ടുള്ളൂ. പക്ഷേ ആ 100 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കാലഘട്ടത്തിന് മാറുന്നതനുസരിച്ച് അതിൽ വെച്ചിട്ട് അവനേക്കാളും കൂടുതൽ മണി എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുക എന്നല്ലേ നോക്കണ്ടേ. എപ്പോഴും നമ്മൾ ഈ ബ്ലെയിം ഗെയിമാണ്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു മറ്റ് സ്റ്റേറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റോ ഇൻഡസ്ട്രീസോ പക്ഷേ നമുക്ക് പറ്റുന്ന ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ സിംഗപ്പൂർ നമ്മുടെ എനിക്ക് തോന്നുന്നു എറണാകുളത്തിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. എക്സാക്ട്. ഐ മീൻ ഇപ്പൊ ജപ്പാൻ എത്ര വലുതാ, എന്ത് കുഞ്ഞതാ. അപ്പം നമുക്കിവിടെ പറ്റുന്ന മോഡൽസ് കണ്ടെത്തി എങ്ങനെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നല്ലേ നോക്കേണ്ടത്. ഇതെന്തായാലും Exactly. ഇതേ പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ടൂറിസം നമുക്ക് ഏറ്റവും പറ്റിയതാണ്. നമുക്കിപ്പോൾ AI ബേസ്ഡ് ആയിട്ട് എന്തൊക്കെ ഈ ടൂറിസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി. ഐ തിങ്ക് ടൂറിസം ഞാൻ ഓൾറെഡി കവർ ചെയ്തായിരുന്നു, റൈറ്റ്? ഹാവിങ് ബ്രാൻഡിങ് ആൻഡ് പിന്നെ ബ്രിങ്ങിങ് പീപ്പിൾ ആ ഗോഡ്സ് ഓൺ കൺട്രി. ഇപ്പൊ തമിഴ്നാട് നിന്ന് വരുന്ന ഐ കവർ ദാറ്റ് പാർട്ട്. ഐ തിങ്ക് യെസ്, മറ്റേ നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ. പക്ഷേ അബൌട്ട് ദി അതർ തിങ്, പോസിറ്റീവ് തിങ്കിങ്, റൈറ്റ്? കേരള എല്ലാവരും പറയാ കേരളയിലെല്ലാം ഇങ്ങനെ പറ്റത്തില്ല. ഇത് ജപ്പാൻ ഹാസ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ആൾക്കാർ, സീനിയർ പീപ്പിൾ നിൽക്കുന്ന സ്ഥലമാണ് ജപ്പാനിൽ. യങ് ആൾക്കാരില്ല. പക്ഷെ ഇറ്റ് ഈസ് വെരി സ്മോൾ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ടെക്നോളജിക്കലി സോ അഡ്വാൻസ്ഡ്. ഇറ്റ് ഹാസ് മൗണ്ട് ഫുജി, ഇറ്റ് ഹാസ് എന്തൊക്കെ ഉണ്ട് ജപ്പാനിൽ, റൈറ്റ്? ഇറ്റ് ഈസ് ദ ക്രേസിയസ്റ്റ് പ്ലേസ്. ഐ ലവ് ജപ്പാൻ, റൈറ്റ്? ഞാൻ പോയിട്ടില്ല, പക്ഷേ ഫ്രം വാട്ട് ഐ ഹവ് സീൻ ഐ ലവ് ഇറ്റ്. അങ്ങനെ ഒരു സ്ഥലം നമുക്ക് കേരളത്തിലാക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്പേസിൻ്റെ കാര്യമാണെങ്കിൽ മുംബൈയിലൊക്കെ എത്ര, 1 ഏക്കറിന് എത്ര സ്ഥലം, പൈസ എത്ര, റൈറ്റ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് അമൗണ്ട് ഓർ പ്ലേസ്. ഞങ്ങൾക്ക് ഇപ്പോൾ കമ്പനി ഉണ്ട്, ഓൺലൈൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹാവ് പീപ്പിൾ ഫ്രം രാജസ്ഥാൻ ടു എ ലോട്ട് ഓഫ് പ്ലേസ്, പീപ്പിൾ അറൌണ്ട് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഹെൽപ്പിംഗ് അസ് വിത്ത് അവർ കമ്പനി ഓൾസോ, റൈറ്റ്? പക്ഷെ വാട്ട് മാറ്റേഴ്സ് ഇൻ കേരള is not about space and not, it's about the initiative. It's about the education we have and the good idea. എല്ലാവർക്കും എന്താ, ഇതൊരു കഴിഞ്ഞിട്ട് ഒരു ബാങ്കിൻ്റെ മാനേജർ ആകണം, അല്ലെങ്കിൽ ഒരു ലൈക്ക് അവർക്ക് they don't have a better idea എന്താകാൻ പറ്റും, എന്താണ് അടുത്ത് ചെയ്യേണ്ടത്. കുറേ പേര് ഞാൻ എയുടെ കാര്യം, അപ്പോൾ അവർ എയുടെ എന്നറിയാമല്ലോ, ലൈക്ക് എയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എടാ നിനക്ക് എയുടെ കാര്യം എവിടെ നിന്നാണ് കേട്ടത്, നീ എങ്ങനെ അതിനകത്ത് തുടങ്ങിയ, റൈറ്റ്? ലൈക്ക് ഐ സെഡ്, ഞാൻ അറിയാതെയാണ് എല്ലാം ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ എത്തുന്നത്. അത് തന്നെ. സോ യു നീഡ് എ ബിഗർ എയിം ഇൻ ലൈഫ്. മൈ എയിം ഇൻ ലൈഫ് ഇസ് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഐ എം നോട്ട് സെയിങ് എല്ലാം അത് അങ്ങനെ വലിയ എയിം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നോ, എവറിബഡി ഹാസ് ദർ പേർപ്പസ് ഇൻ ലൈഫ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ഫൈൻഡ് ദാറ്റ് പേർപ്പസ്. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. വേറൊരു കാര്യം നമ്മൾ പറയുന്നത്, ശരിക്കും നമ്മളൊരു 22 വർഷമോ 23 വർഷമോ പഠിച്ചിട്ട് നമ്മളിവിടെ ഒരു ബ്രെയിനെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും വലിയ ബ്രെയിൻ എക്സ്പോർട്ടറാണെന്ന് തോന്നുന്നു കേരളം. കാരണം എല്ലാവരും പുറത്തേക്ക് പോവാണ്. ഈ ബ്രെയിൻ ഉണ്ടാക്കിയിട്ട് ഇതിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും വലിയ ഒരു ബ്രെയിൻ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നു, എന്നിട്ട് ഇവർ പുറത്തു പോകുന്നു. ഇന്ത്യയിൽ ഉള്ള ആൾക്കാർ, നമ്മൾ നേരത്തെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ പെർപ്ലെക്സിറ്റിയെ പറ്റി പറഞ്ഞതുപോലെ, പക്ഷേ ബിൽഡ് ചെയ്യാനായിട്ട് US പോകേണ്ടി വന്നു. അപ്പം നമുക്ക് നമ്മുടെ ബ്രെയിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് റൗൾ വെറുതെ എങ്കിലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആലോചിക്കുന്നത്. ഫ്രഷ് ബ്രെയിൻ, കാരണം നിങ്ങളുടെ ഇത് തന്നെ എടുത്തോളൂ, ജെൻ സി കുട്ടികൾ, പിന്നെ അടുത്ത ജെൻ ആൽഫ വരുന്നുണ്ട്. ഐ മീൻ സിംപ്ലി പുട്ട് ദെയർ ആർ ഫ്യൂ ഐഡിയാസ്, റൈറ്റ്? ഇപ്പം റൈറ്റ് നൗ ഇറ്റ് സെൽഫ് കുറേ ജെൻസിക്ക് അവർക്ക് എന്താ വേണ്ട, നല്ല എഡ്യൂക്കേഷൻ. വി ഹാവ് ടു ബ്രാൻഡ് കേരള കോളേജസ് ആസ് വെരി ഗുഡ് എഡ്യൂക്കേഷൻ, റൈറ്റ്? ഇപ്പം ഇന്ത്യയിൽ തന്നെ IITs ആർ സംതിങ് വെരി ബിഗ്. IITs എന്താ, ഗവൺമെൻറ് കോളേജസ് അല്ലേ, റൈറ്റ്? പക്ഷെ ഇവിടെ ഗവൺമെന്റ് കോളേജ്, ഞാൻ ഗവൺമെന്റ് കോളേജിലാണ് പോകുന്നത്. പക്ഷെ IIT അത് ഗവൺമെന്റ് കോളേജ് തന്നെയല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും, നീ ഗവൺമെന്റ് സ്കൂളിലാണോ പോകുന്നത്? ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലൈക്ക് what we have to brand it in a way that it's actually Kerala is one of the best government schools. ഞാൻ വലിയ പൊക്കമല്ല, but it honestly does. അത് I don't know if it is just my government school, പക്ഷെ the teachers, the extracurricular activities, ഞങ്ങൾക്ക് സൗഹൃദ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് വരെ ഉണ്ട്, റൈറ്റ്? ഐ എൻജോയ് എവറിത്തിങ് ഫ്രം സ്കിറ്റ് ടു ഡാൻസ് ടു പാട്ട് ടു പോയം റൈറ്റിംഗ് ടു ഈവൻ സിമ്പിൾ തിങ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ഇസ് പ്രിറ്റി ഗുഡ് ദർ, റൈറ്റ്? പക്ഷേ വാട്ട് നീഡ്സ് ടു ഇംപ്രൂവ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, റൈറ്റ്? ഫോർ ദ ബ്രെയിൻ ടു ബി ഹിയർ, എഡ്യൂക്കേഷൻ ഇസ് സോർട്ടഡ്, പക്ഷെ അതിൻ്റെ കോളേജ് വരത്തില്ലേ. കേരള ഡസൻറ്റ് ഹാവ് ദ ബെസ്റ്റ് കോളേജസ്. ഒരു +2 കഴിയുമ്പോഴത്തേക്ക് ഈവൻ ഐ ആം പ്ലാനിങ് ടു ലീവ് കേരള ഫോർ ദാറ്റ് വെരി റീസൺ. ബിക്കോസ് ഞാനിപ്പോൾ AI പഠിച്ചു, ഓക്കെ? നൗ ഐ എം ഗോയിങ് ടു
ഡൽഹിയിൽ നിന്ന് മാസ്റ്റേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു കോളേജാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഗോ ഔട്ട് ഓഫ് ഇന്ത്യ അറ്റ്ലീസ്റ്റ്. മൈ എയിം ഇസ് ടു ബി ഇൻ ഇന്ത്യ ആൻഡ് ഡു സ്റ്റഫ്. ബട്ട് കേരളയിലൊരു നല്ലൊരു കോളേജ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മീ ഡു വാട്ട് ഐ വാണ്ട് ഇസ് നോട്ട് ദെയർ, റൈറ്റ്? യെസ്, ദെർ ആർ എ ഫ്യൂ ഗുഡ് വൺസ് ഹിയർ ആൻഡ് ദെയർ. പക്ഷേ what I'm trying to say is that from government side, government കുറെ കോളേജസ് ഉണ്ട്. It is not at par of any private colleges. Right. And what matters is അത് കറക്റ്റ് ആവുകയാണെങ്കിൽ, ആ ഒരു കോളേജ് എഡ്യൂക്കേഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ, we can go from being employees to employers. We can start creating jobs. We can start taking risks. That is what matters. അത് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിരിക്കും. കാരണം വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഒരു ജോബ് എന്ന രീതിയിലല്ല സിസ്റ്റം തന്നെ പോകുന്നത്. കൂടുതൽ ആൻട്രപ്രനേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഇവിടെ നമുക്ക് ഒരു ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുക, അതല്ലെങ്കിൽ പിന്നെ അതിന് ശേഷമായിരിക്കും പ്രൈവറ്റ് ജോബ്, അങ്ങനെ നോക്കുന്ന ഒരു സമൂഹവും ഉണ്ടല്ലോ നമ്മളെ. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ്, ഇപ്പോൾ AI ഉണ്ട്, നമുക്ക് ഒരു ആൻട്രപ്രനർ ഒരു വീട്ടിൽ എന്ന രീതിയിൽ കുട്ടികൾക്ക് ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ട് അവർക്കൊരു ഇൻകം മാസം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുകയാണ് ഒരു ആൻട്രപ്രനർ ഓരോ വീട്ടിലും എന്നൊരു കോൺസെപ്റ്റ് ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? Definitely. I mean, see, I would say don't use AI as a money making machine or anything. Personally, I didn't. But I would say first the main thing is enjoy your childhood, because ഞാനതാണ് ചെയ്യുന്നത്. But at the same time, find what your passion is. Let's say your passion is എന്തു ആകാം, ചെസ് ഓർ ഉറങ്ങുന്നത്. ഓക്കെ, ഐ എം ജസ്റ്റ് ഗിവിങ് റാൻഡം എക്സാമ്പിൾസ്. ബട്ട് ആ ഒരു പാഷനിൽ എങ്ങനെ AI ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം. ബിക്കോസ് ട്രസ്റ്റ് മീ, വൺസ് യു ഫോളോ യുവർ പാഷൻ, മണി തന്നെ വരും, റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഡിഡ് ഓൾസോ. ബിക്കോസ് ഐ വിഷ് ഐ കുഡ് ഗിവ് അനദർ ആൻസർ ദാറ്റ് ഈ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്താൽ മതി, ഇത് വെച്ച് പൈസ ഉണ്ടാക്കാം. ബട്ട് ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് നോ. അങ്ങനെ ചോദിച്ചാൽ വാട്ട് ഐ ഡിഡ് ഇസ് ഐ ഫൗണ്ട് വാട്ട് ഐ ലൈക്ഡ്. എനിക്കിഷ്ടമുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് എങ്ങനെ അത് വെച്ചിട്ട്, റൈറ്റ് നോ ഐ എം നോട്ട് ഗോഡ് ലൈ, ഐ ഏൺ ഗുഡ് മണി ഓൾസോ, റൈറ്റ്? ഐ എം നോട്ട് ദ റിച്ചസ്റ്റ് പേഴ്സൺ, neither am I poor also. I am able to earn only because I followed my passion and I did what I dreamed to do. And that is what everyone should do. അപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടം, നിങ്ങൾ പാഷൻസ് ആക്ടിങ് ആണെങ്കിൽ ആക്ടിങ് ചെയ്യുക, പക്ഷെ പ്ലസ് AI ഉപയോഗിക്കണം. ബിക്കോസ് ഇഫ് യു യൂസ് AI, ഇപ്പം എനിക്കൊരു പ്രസൻറ്റേഷൻ 2 ആഴ്ച ഉണ്ടാക്കാൻ എടുക്കുന്നത് AI വെച്ചിട്ട് എനിക്ക് 2 ദിവസമല്ല 2 മണിക്കൂറിൽ എനിക്ക് ആ സെയിം പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. അതെ, അതാണ് ദ പവർ ഓഫ് AI. സോ ഫൈൻഡ് യുവർ പാഷൻ ആൻഡ് യൂസ് AI വിത്ത് ഇറ്റ്. അതേപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ വീണ്ടും കേരളത്തിൻ്റെ സോഫ്റ്റ് എക്കണോമി മോഡൽസിനെ പറ്റി പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഇപ്പോൾ കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കരിക്കുലം, നമ്മൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു നേരത്തെ. ഇപ്പോൾ കോളേജിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും പുതിയ കോഴ്സുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യാനുസരണം ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ടായിരുന്നത് നന്നായിരുന്നു എന്ന് റൗളിന് തോന്നിയിട്ടുണ്ടോ കോളേജുകളിലേക്ക് വരുമ്പോൾ? ഐ മീൻ പെർട്ടിക്കുലർലി ഇപ്പം AI കോഴ്സസ് ഓൾറെഡി കുറേ സ്ഥലത്ത് വരുന്നുണ്ട്, റൈറ്റ്? ബട്ട് മോസ്റ്റ് ഓഫ് ദെം ആർ നോട്ട് അപ് ടു ഡേറ്റ്. ഇപ്പം വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് ഇപ്പോൾ കുറേ കോഴ്സസ് ഉണ്ട് ഇൻക്ലൂഡിങ് AI, പക്ഷേ ഇറ്റ്സ് ലൈക്ക് 18 വർഷം മുമ്പേ ഉള്ള കാര്യങ്ങൾ, നോട്ട് അറ്റ് ഓൾ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ആൻഡ് വാട്ട് വി നീഡ് ഇസ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ഉള്ള കോഴ്സ്, ഉള്ള സിലബസ്, മേക്ക് ഇറ്റ് അപ് ടു ഡേറ്റ്, മേക്ക് ഇറ്റ് ലേറ്റസ്റ്റ്. പ്ലസ് യെസ്, സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. വീഡിയോ എഡിറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ടാക്സ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ ഓരോ സ്കിൽസ് ആർ നീഡഡ്. ഐ ആം ഓൺലി വാട്ട് ഐ ആം ബിക്കോസ് ഐ നോ ഇംഗ്ലീഷ് ആൻഡ് ഐ വാസ് ഏബിൾ ടു ബിക്കം എൻ എക്സ്ട്രോവേർട്ട്, ടോക്ക് ടു പീപ്പിൾ, ആൻഡ് സ്റ്റേജിൽ എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടി പതുക്കെ. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ചേഞ്ച്ഡ് മീ. നമുക്ക് ഇപ്പോൾ നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കുന്ന കാര്യം സംസാരിച്ച പോലെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ ഒരു ബോട്ട് എന്നൊരു ചാറ്റ് ബോട്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ അസംബ്ലി, ഇപ്പം നമുക്കൊരു 10-50 വർഷത്തെ കംപ്ലീറ്റ് അസംബ്ലിയിലെ പ്രൊസീഡിങ്സും ഓരോരുത്തരുടെ സ്പീച്ചസ് എല്ലാം അവിടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയാൽ പുതുതായിട്ട് വരുന്ന MLAസിന് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുന്ന രീതി, ഇപ്പം 140 പേർക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ
ചെയ്യുകയാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് നേരത്തെ നടന്നത് എല്ലാം കുറച്ചുകൂടെ മറ്റേതല്ലെങ്കിൽ റെഫർ ചെയ്യണം. ഇതൊരു സെക്കൻഡ് കൊണ്ട് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ അതല്ലാതെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഇതേപോലൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് അത് കോമൺ പബ്ലിക്കിന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ശരിക്കും? ഡെഫിനറ്റ്ലി സി ഞാൻ പറഞ്ഞ നോട്ട്ബുക്ക് എല്ലാം തന്നെ ഇറ്റ് ഈസ് നോട്ട് അപ് ടു ജസ്റ്റ് ദി കിഡ്സ്. തന്നെ പോയി നോട്ട്ബുക്ക് എല്ലാത്തിൽ പോയി അപ്ലോഡ് ചെയ്യുക, വീഡിയോ ഉണ്ടാക്കുക, എഴുതുക. വാട്ട് ഇഫ് ദ സെയിം തിങ് സ്കൂളിൻ്റെ ഒരു സിലബസ് ആയിട്ട് തന്നെ, റൈറ്റ്? സ്കൂളിൽ ഈ ടൂൾ ഫ്രീ ആണ് നോട്ട്ബുക്ക് എല്ലാം. എവരി വൺ ലേൺസ് ഡിഫറെൻ്റ്ലി. ഞാൻ വായിച്ചിട്ടല്ല പഠിക്കുന്നത്, ചില ആൾക്കാർ കേട്ടിട്ടാ, കേട്ടാണെങ്കിൽ ചില കുറച്ചുകൂടെ ആൾക്കാർ വീഡിയോ നമുക്ക് ആയിട്ടാ. ക്യാച്ച് ചെയ്യാൻ എളുപ്പം. എക്സാക്ട്ലി. സോ അങ്ങനെ ആവുമ്പം എവറി വൺ ഷുഡ് ബി ഏബിൾ ടു ലേൺ ഡിഫറെൻ്റ്ലി, ഗെയിൻ ഇൻഫർമേഷൻ ഡിഫറെൻ്റ്ലി. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ മെയിൻലി ഇസ് ഇങ്ങനത്തെ കാര്യമൊക്കെ ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ എവറി സിംഗിൾ സെക്ടർ. ഇപ്പം നിയമസഭയിൽ പറഞ്ഞ പോലെ വെരി മച്ച് ഇൻഫർമേഷൻ വെരി മച്ച് നീഡഡ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. പക്ഷെ അതിൻ്റെ പോലെ തന്നെ ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻസിൽ ചെയ്യാൻ പറ്റത്തില്ലേ, റൈറ്റ്? അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റൽസിൽ ചെയ്യാം ചെയ്യാൻ അല്ലേ? ഓരോ പറ്റില്ലേ? ഡിപ്പാർട്ട്മെന്റിലും ചെയ്യാം. എക്സാക്ട്ലി. ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഒരു കെ ബോട്ട് എന്ന് പറഞ്ഞിട്ട് കെ പോലീസ്, കെ ഹോസ്പിറ്റൽ, കെ സഭ, റൈറ്റ്? അങ്ങനെ അതെ ഓരോന്നും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എക്സാക്ട്ലി അത് തന്നെയാണ് ഞങ്ങളുടെ കമ്പനി ചെയ്യാനും ട്രൈ ചെയ്യുന്നത്. അതെ അതെ. ഈ ന്യായസാധി ഇതേപോലെയല്ലേ? ഒരു ലീഗൽ അസിസ്റ്റൻസ് എക്സാക്ട്ലി. അല്ലേ? ന്യായസാധ്യ ഓർ റെസ്ക്യൂ ആണ് ഇപ്പോഴത്തെ ഉം, പേര്. ഉം. ഇസ് അത് റിസൈൻഡ്. എക്സ്ക്ലൂസീവ് ആയിട്ട് റൗളിന്റെ കമ്പനി ഉണ്ടാക്കിയതല്ലേ? എക്സാക്ട്ലി. സോ അതൊന്നും തന്നെ വേറെ ആർക്കും വേണ്ടിയല്ല. പക്ഷെ ഉം, ഗവൺമെന്റ് ഹെൽപ്പ് എന്തായാലും എടുത്തിട്ടുണ്ട്. ഉം. കോമൺ ആൾക്കാർക്ക് ബേസിക് എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഫോൺ ആരും എടുത്തിട്ട് പോയി, എന്ത് ചെയ്യണം? അപ്പം എല്ലാവരും എന്താ ചെയ്യുന്നത്? ഫോൺ പോയാൽ പോലീസിൻ്റെ അടുത്ത് പോകും, അല്ല എന്തെങ്കിലും ചെയ്യും. അതെ ഈ കറക്റ്റ് ടൂള് പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടായിരുന്നത്. അതെ. വിത്ത് IPC സെക്ഷൻ മാറിയിട്ട് BNS ആയല്ലോ. BNS ആയി. അപ്പോൾ പറയും BNS സെക്ഷൻ 303 ആണ്, ലൈക്ക് തെഫ്റ്റ് ആണ്. അതിൻ്റെ കൂടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റലിലെ ലിങ്കും തരും. ആൻഡ് ഇത് നമ്മളെ ഒരു ലോയറിലൂടെ കണക്ട് ചെയ്യും ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. ഉം. ലോയറിനോ എങ്ങനെ ഒരു കേസ് ജയിക്കാൻ പറ്റും ബേസ്ഡ് ഓൺ പ്രീവിയസ് കേസസ്. ഇപ്പം ഡെഫമേഷൻ എക്സാമ്പിൾ ഒരു കേസാണ്. ഡെഫമേഷൻ ഒരു അല്ല, തെഫ്റ്റ് എടുക്ക്. തെഫ്റ്റിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു മുമ്പേ. ആ തെഫ്റ്റിൽ ഈ സെയിം കമ്പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റെഫറൻസസ് എല്ലാം വെച്ചിട്ട് എങ്ങനെ ഒരു കേസ് ജയിക്കാമെന്ന് വരെ ലോയേഴ്സിന് പറഞ്ഞു കൊടുക്കാം. കോൺട്രാക്ട്സ് ഉണ്ടാക്കുന്ന ഡ്രാഫ്റ്റ് ചെയ്ത് തരും. കോൺട്രാക്ട് അപ്ലോഡ് ചെയ്ത് എന്താണ് കറക്റ്റ് ക്ലോസ്, എന്താണ് നോൺ കറക്റ്റ് അല്ലാത്ത ക്ലോസ്, അത് പറഞ്ഞുതരും. എല്ലാം ഉള്ളൊരു AI ലീഗൽ പ്ലസ് എമർജൻസി ടൂളാണ് ഈ റെസ്ക്യൂ AI. അതെ അതെ. ഇപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻപുട്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഇൻപുട്സ് അനുസരിച്ചാണല്ലോ ഒരു ഔട്ട്പുട്ട് നമുക്കുണ്ടാവുന്നത്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ഇപ്പം മാനേജ്മെൻറ്റ് കഴിയുന്നു, കൂടുതലും ആൾക്കാർ ഇപ്പം ബാംഗ്ലൂരിൽ പഠിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ കുറേ പേര് വിദേശത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ആകെ ഞാൻ മാത്രമാണ് എൻ്റെ ബാച്ചിൽ നിന്ന് ഇപ്പോൾ MBA കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബിസിനസ് എന്ന ഒരാശയത്തിൽ വന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പം നമ്മൾ കുറെ ബിൽഡറായിട്ട് കാര്യമല്ല, കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സിനിമ, ഫാർമസ്യൂട്ടിക്കൽ, അത്യാവശ്യം എല്ലാ സെക്ടറിലും, സീരിയൽ പ്രൊഡക്ഷൻ, ബിൽഡർ, ഇപ്പോഴും ബിൽഡറാണ് ട്രിവാൻഡ്രത്ത്. അപ്പം ഇങ്ങനെ ചെയ്തു പോയിരുന്നു. പക്ഷേ വളരെ കുറച്ച് പേരാണ് നമുക്ക്. അപ്പം ശരിക്കും ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സീരീസ് തന്നെ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അറിയാമല്ലോ, ഇവിടെ എല്ലാത്തിലും വളരെ റെഡ് ടേപ്പിസം വളരെ കൂടുതലാണ്. അപ്രൂവൽസ് എല്ലാം വേണമെങ്കിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വീടിൻ്റെ അപ്രൂവലിനൊക്കെ ശരിക്കും, അല്ലെങ്കിൽ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഒരാഴ്ച കൊണ്ട് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഒരു 15 ലെയർ കാണും കുറേ പേര് സിഗ്നേച്ചർ. സിഗ്നേച്ചർ. ഇനി ഇവിടെ ഓൺലൈൻ ചെയ്താലും ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും ഹാർഡ് കോപ്പിയുമായിട്ട് വീണ്ടും ഇതേ ടേബിളുകൾ ചാടി പോകണം. ശരിക്കും ഇതൊരു ഒരാഴ്ച കൊണ്ട് നടന്നാൽ, ഇതിപ്പോൾ 6 മാസം 7 മാസം എടുക്കുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അപ്രൂവൽ എടുക്കുന്നതായി വരും. അത്രയും സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടിയുടെ മണിയൊക്കെ ഡെഡ് മണിയാണ്. ശരിക്കും ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? എത്ര ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് AI ബേസ്ഡ് ആയിട്ടുള്ള പലതും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ഇവിടെ പറയുന്നതെല്ലാം വീണ്ടും ഹാർഡ് കോപ്പിയിലേക്ക് പോയി വീണ്ടും അതും കൂടെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ ഒരു നമ്പർ മാത്രമാണ് കിട്ടുന്നത്. നമുക്കങ്ങനെ ശരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? എക്സാക്ട്ലി. അത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു. പോലീസ്, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് AI ഉപയോഗിക്കാം. സ്പെസിഫിക്കലി
നമ്മുടെ കേരളത്തിൽ മിക്ക ഡെവലപ്മെന്റ് നടക്കാൻ കാരണത്തെന്ന് പറഞ്ഞാൽ ചില സമയത്ത് പഞ്ചായത്ത് അപ്രൂവൽ കൊടുക്കണം, ചില സമയത്ത് മുനിസിപ്പാലിറ്റി ആയിരിക്കും, ചില സമയത്ത് ഇതായിരിക്കും, അവിടെ നിന്ന് അപ്രൂവൽ, ഇവിടെ നിന്ന് അപ്രൂവൽ, ലാസ്റ്റ് ഒരുപാട് കളക്ടറിന്റെ അപ്രൂവൽ. ഡിപ്പാർട്ട്മെന്റുകളുടെ അപ്രൂവൽസ് വേണ്ടി വരും. എക്സാക്ട്ലി, ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. ബിക്കോസ് വേറെ ചില സമയത്ത് പറയും, ഓ ഇവർ അപ്രൂവൽ തരാത്തോണ്ടാണ് ഞങ്ങൾ ചെയ്യാത്ത, അതെ. എന്നിട്ട് ഇവർ പറയും, ഓ ഇവർ അപ്രൂവൽ തരാത്തോണ്ടാണ് ഞങ്ങൾ ചെയ്യാത്ത. എല്ലാവരും മറ്റാൾക്കാരുടെ തലയിലിടും, അതെ, അതെ. സൊല്യൂഷൻ കണ്ടുപിടിക്കാത്തതല്ല, റൈറ്റ്? സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് അത് നമുക്കിപ്പോൾ ചെയ്യേണ്ട, ഇഫ് ദർ ഇസ് എൻ AI, ഇത് മോണിറ്റർ തന്നെ ചെയ്യാൻ വേണ്ടി ആരാണ് ഇതിൻ്റെ അപ്രൂവൽ, എത്ര പ്രയോറിറ്റി ആണ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് ക്യാൻ ബി വേ മോർ ഈസിയർ, അതെ. റൈറ്റ്? ഇപ്പം ലൈക്ക് ഇറ്റ്സ് വെരി സ്ലോ. ഇപ്പം വാട്ട് യു സെഡ് ഇസ് വെരി റൈറ്റ് ചേട്ടസ്, ബിക്കോസ് അവിടെയാണ് നമുക്ക് AI ഉപയോഗിച്ചിട്ട് ഓരോരോ സെക്ടറിൽ വി ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൺ വെരി ഫാസ്റ്റ്. എക്സാമ്പിൾ തന്നെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ, റോഡ്സ് എത്ര പോട്ട് ഹോൾസ് ഉണ്ട് നമ്മുടെ ഇവിടെ, കുഴികളോട് കുഴികളാണല്ലോ. സ്പെഷ്യൽ തമിഴ്നാട് പോകുമ്പോൾ ഇറ്റ്സ് വെരി ക്ലീൻ, റൈറ്റ്? അവിടെ തന്നെ അപ്രൂവലും ഉണ്ട്, ഓൺ ടൈം നമുക്കത് ഒരു ഹോളും ഒന്നും ഇല്ലാതെ നല്ല റോഡ്സ് ആക്കിയിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക. ഒരു പോട്ട് ഹോൾ വന്നു, അത് സെൻസ് ചെയ്തിട്ട് അല്ലാതെ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റണം, എന്നിട്ട് അവരൊന്ന് ശരിയാക്കും, അതെ. റൈറ്റ്? അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഡിലേസ് ആണ് പലരെയും ഇതിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ഒരു കാര്യം. എക്സാക്ട്ലി, ഈ ഡിലേ മെയിൻലി മോർ ദൻ ദാറ്റ് ഇസ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നത് അത് വെച്ച് കുറെ കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു, അത് പക്ഷെ ഒന്നും ചെയ്തില്ല, ഉം. റൈറ്റ്? വേറെ സ്ഥലങ്ങളിലാണ് പൈസ പോകുന്നത്, അതെ. ഇറ്റ് വാസ് നോട്ട് നീഡഡ്, അതെ. റൈറ്റ്? സോ അപ്പം നമുക്ക് ശരിക്കും ഈ AI ബേസ്ഡ് കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഒരു സിസ്റ്റം ഇന്ത്യയുടെ ആയാലും കേരളത്തിൻ്റെ ആയാലും അനുസരിച്ച് ഇപ്പം ഇവിടെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അസംബ്ലി, പാർലമെൻറ്റ്, ഏത് കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എലക്ട് ചെയ്ത ജനപ്രതിനിധികളാണ്. ശരിക്കും അവർ ഈ പോളിസികളിൽ പൂർണ്ണമായ മാറ്റം വരുത്തുകയും നല്ല രീതിയിലുള്ള അപ്ഗ്രഡേഷനും ആവശ്യമാണ്, എങ്കിൽ മാത്രമാണ് നമുക്കൊരു ചേഞ്ച് വരിക, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയൊക്കെ വളർന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ എക്കോണമി വളർത്താനും നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്തി, നേരത്തെ പറഞ്ഞ കണക്ക് ബ്രെയിൻ എക്സ്പോർട്ട് ചെയ്യാതെ നിർത്താനും വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു കുറച്ച് ഒരു പോയിൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ് ഫോർ പൊളിറ്റീഷ്യൻസ്. അങ്ങനെയാണെങ്കിൽ റൗളിന് എന്താണ് പറയാനുള്ളത്? മെസ്സേജ് ടു മെസ്സേജ് ടു പൊളിറ്റീഷ്യൻസ്, പൊളിറ്റീഷ്യൻസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ, അതെ. I would just say you can be in power, right? That is why you guys are there, right? നമ്മുടെ power, because we trust you guys with what we want. So at the end of the day, just do what you're supposed to do. Listen to the public. Listen to what every age group wants, including our age group, including the older age group, and make sure every citizen follows the right laws and the right judgments. അത് റൈറ്റ് ലോസ് ആൻഡ് റൈറ്റ് ജഡ്ജ്മെൻറ്റ്സ് ഫോളോ ചെയ്താൽ പിന്നെ നമുക്ക് വി ക്യാൻ ഫോക്കസ് ഓൺ ടെക്നോളജി, റൈറ്റ്? വി ക്യാൻ ഫോക്കസ് ഓൺ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ. ബേസിക്കലി ഒരു കാര്യമേ ഉള്ളൂ, ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ, ഫോക്കസ് ഓൺ വാട്ട്സ് ദ റൈറ്റ് ഫോർ ദ പീപ്പിൾ. ബിക്കോസ് AI ആൻഡ് ഓൾ, യെസ് ഇറ്റ് ഈസ് വെരി മച്ച് നീഡഡ്, പക്ഷേ അത് ബേസിക് തിങ് ഇസ് ഹൗ വി ടുഗെദർ, ഹൗ കേരള ഗ്രോസ്. അപ്പോഴാണ് ശരിക്കും ഡെമോക്രസി ആകുകയും ചെയ്യുന്നത്. കാരണം എക്സാക്ട്ലി, അവർ ശരിക്കും എല്ലാ സെഗ്മെൻറ്റിനെയും ലിസൺ ചെയ്യണം. നമ്മളിപ്പം എലക്ട് ചെയ്തു, ആ പവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും കേൾക്കാത്ത 5 വർഷം പാം, പിന്നെ ഇലക്ഷൻ വന്നാൽ മതി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതിനപ്പുറം ശരിക്കും കണ്ടിന്യൂസ്ലി എനിക്ക് തോന്നുന്നു ശരിക്കും ഈ AI ഒക്കെ വരുമ്പോൾ ഈ നമുക്ക് ഇവരൊരു മോണിറ്റർ ചെയ്യാനുള്ള രീതിയിലുള്ള ഏതെങ്കിലും മൊബൈൽ ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്തൊക്കെ അവർ ചെയ്തു, അതെ അവർ എന്തൊക്കെ ചെയ്തു. ചെയ്തില്ല, കാരണം ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഇപ്പം അത് മാത്രമല്ല, ഇപ്പം മാനിഫെസ്റ്റോ ഇറങ്ങാൻ പോവുകയാണല്ലോ എല്ലാ പാർട്ടികളുടെയും. അത് തന്നെ. ഈ മാനിഫെസ്റ്റോ അവർ പറയുകയാണ് ആദ്യത്തെ 100 ഡേ പ്ലാനിങ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഫസ്റ്റ് ഇയർ ഇങ്ങനെ ചെയ്യും, അങ്ങനെയാണല്ലോ നോർമലി പറയുന്നത്. എനിക്ക് നമുക്കതിന് മോണിറ്ററിങ്ങിന്, കാരണം ഇവർ പറഞ്ഞത് ചെയ്തോ, അപ്പം ഒരുപാട് ഫേക്ക് PR വർക്ക്സ് വരും അതിനുശേഷം ഇത് ചെയ്തു, പക്ഷേ കോമൺ പബ്ലിക്കിനെ അറിയില്ല ഇത് ചെയ്തോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു someone says we are number on this, അപ്പം നമുക്ക് ആപ്പ് എടുത്ത് നോക്കിയിട്ട് ഇത് ശരിക്കും ശരിയാണോ ശരിയാണ്. എന്ന് നോക്കുന്ന രീതിയിൽ ജനറൽ ശരിക്കും പബ്ലിക്, ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തൂടെ? എനിക്ക് കൂടുതൽ പൊളിറ്റിക്കൽ ആകണ്ട, ബട്ട്
ഡെഫിനറ്റ്ലി അല്ല ഇത് ഇൻ പൊളിറ്റിക്കൽ ദിസ് അല്ല. ശരിക്കും ഒരു ഒരു ഏത് ഒരു ഒരു അതാണ് ഡെമോക്രസിയുടെ ഒരു പാർട്ടാണ് ഇത് ശരിക്കും. എക്സാക്ട്ലി ഐ മീൻ ഒരു പാർട്ടി അല്ലെ ആരാണെങ്കിലും പാർട്ടിന്നല്ല. ഐ മീൻ ആര് ആരാണ് അടുത്ത അതന്നെ ആര് വന്നാലും. അതെ ദാറ്റ്സ് വാട്ട് ഐ വാസ് അബൌട്ട് അയ്യോ. സേ ഒരു പാർട്ടി അല്ലെങ്കിൽ ആരാണെങ്കിലും അവരൊരു കാര്യം പ്രോമിസ് ചെയ്താൽ അത് ഫുൾഫിൽ ചെയ്തോ ഇല്ലയോ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റണം. എക്സാക്ട്ലി ബിക്കോസ് കുറെ ഫേക്ക് ന്യൂസസ് ഉണ്ട് ആ. ഇത് ചെയ്തു അത് ചെയ്തു സോ എന്തായാലും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റണം അതെ. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ ബിക്കോസ് എല്ലാവരും കുറെ ഐഡിയാസ് ഒക്കെ കാണും അതെ. പക്ഷെ അവർ ചെയ്തോ ഇല്ലയോ അതെങ്ങനെ അറിയാം ഇത് ഒരു റിയൽ ടൈം ചെക്ക് എന്നുള്ള രീതിയിൽ ചെയ്യാൻ. കാരണം അവർ തരുന്ന ഡേറ്റ ഒരു ഇതിന് ആവശ്യമാണെങ്കിലും പക്ഷേ അവർ ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് കറക്റ്റാണോ എന്ന് ശരിക്കും കണക്കുകൾ വെച്ച് ജനങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന, അത് ഗവൺമെൻറ് തന്നെ വേണമെങ്കിൽ അങ്ങ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുകയും ഒരു 3.5 കോടി ജനങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടാക്കിയാൽ കറക്റ്റായിട്ട് നല്ല ഉപയോഗം കുറച്ച് ഫാക്ട് ചെക്കും എല്ലാം അല്ലേ ഉൾപ്പെടുത്തി. ഐ മീൻ പീപ്പിൾ വിൽ ബി മോർ ഹാപ്പി ഓക്കെ ഇത് കഴിഞ്ഞു റൈറ്റ് കേരളത്തിലൊരു ഇതുണ്ട് ബിക്കോസ് അങ്ങനെ ആരും കാണത്തില്ല അല്ലെങ്കിൽ അതെ. റൈറ്റ് ഇത് ചേഞ്ച് ഇപ്പൊ പോവർട്ടി നമ്മളെ ഏറ്റവും ലീസ്റ്റ് പോവർട്ടി ആയിട്ടുള്ള സ്റ്റേറ്റ് ആ കേരളം എന്ന് പറയുന്നുണ്ടായിരുന്നു റൈറ്റ് സോ അതാണോ അല്ലയോ ഒരു ഫാക്ട് ചെക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ദ ഗവൺമെന്റ് ഓൾസോ ബിക്കോസ് അതെ. ഓക്കെ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് ഒരു കറക്റ്റാണ് ഫിഗേഴ്സുമായിട്ട് നോക്കിയിട്ട്. അത് തന്നെ നമുക്ക് നമുക്ക് ഫിഗേഴ്സ് ഇല്ല. ഫാക്ട് ചെക്ക് ചെയ്യാം റൈറ്റ് സോ അങ്ങനെ ഓരോ കാര്യം ദാറ്റ് ഇസ് എ വെരി ഗുഡ് ഐഡിയ ഫോർ എൻ ആപ്പ് എന്തായാലും ദാറ്റ് വുഡ് ബി ഗുഡ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സ് ഇപ്പം വൈശാഖിൽ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു സിലിക്കോൺ വാലി കഴിഞ്ഞാൽ വേൾഡ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗൂഗിൾ നടത്തിയത്. കേരളത്തിന് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു കേരള ഗവൺമെൻറ് ഒരു PPP മോഡൽ എന്ന രീതിയിൽ നമ്മളൊരു നമ്മുടെ സ്വന്തം ഒരു GPU എന്നൊരു കോൺസെപ്റ്റ്, ഇതിനെപ്പറ്റി എന്താണ് രാഹുലിൻ്റെ അഭിപ്രായം? ഐ മീൻ ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞു ലൈക്ക് കുറച്ച് H1 GPUs ഒക്കെ അവർ തന്നെ വാങ്ങിച്ചിട്ട് 64 രൂപയിൽ പിന്നെ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വിധത്തിൽ ചെയ്യുന്നുണ്ട് റൈറ്റ് അതെ. പീപ്പിൾ ക്യാൻ യൂസ് പക്ഷെ പ്രോബ്ലം ഇസ് ഇങ്ങനെ ഇപ്പോൾ വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ കുറേ ഡേറ്റാ സെൻറ്റേഴ്സും കുറേ GPUs വാങ്ങിച്ചു വെച്ചു കേരളയിൽ ആര് വന്നിട്ട് അത് ഉപയോഗിക്കാൻ തോന്നുന്നത് റൈറ്റ് അതിൻ്റെ വാല്യൂ ആർക്കും അറിയത്തില്ല അതിനാണ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇഫ് ദേ ഹാവ് ടു സ്റ്റാർട്ട് അതെ. ക്രിയേറ്റിംഗ് അതെ. റൈറ്റ് ഒരു ഒരു എംപ്ലോയർ ആണെങ്കിൽ ഒരു ബിസിനസ് വേണം ആ ബിസിനസിന്റെ GPU ആവശ്യപ്പെട്ടാൽ അവരത് അതെ. ഉപയോഗിക്കത്തുള്ളൂ ഇപ്പോൾ വിദേശ കമ്പനികളെ ആശ്രയിക്കാതെ നമ്മുടെ ഓൺ GPU എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റാർട്ടപ്സിനൊക്കെ കൊടുക്കാൻ പറ്റില്ലേ? എക്സാക്ട്ലി പക്ഷെ എത്ര സ്റ്റാർട്ടപ്സ് ഉണ്ട് ഇവിടെ അതെ. റൈറ്റ് അവിടെ തൊട്ട് അതിന്റെ തുടങ്ങണം നമ്മൾ. വാല്യൂ അത് തന്നെ അതിന്റെ വാല്യൂ അറിയത്തില്ല ഐ മീൻ എനിക്ക് GPU ഫ്രീ ആയിട്ട് കിട്ടിയ ഐ വുഡ് ടേക്ക് അതുകൊണ്ടാണ് ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഓൾസോ അതർ തിങ് ഇസ് ദാറ്റ് ഇവിടെ ഇപ്പോൾ അത്രയും ഡേറ്റാ സെൻറ്റേഴ്സും GPUസും വന്നാൽ ഇൻഫാക്ട് ഇറ്റ് ഹേർട്സ് ആ പ്ലാനറ്റ് റൈറ്റ് ഈ ഓരോ സ്ഥലത്ത് വരുന്ന അത്രയും എനർജി എടുക്കണം അത്ര നേരം അതെ. AC ഓൺ ആയിരിക്കണം വാട്ടർ അല്ലേ? അത് തന്നെ AC ഓൺ ആയിരിക്കുന്ന കൂടെ വാട്ടർ കൂളിംഗ് വേണം വാട്ടർ കൂളിംഗ് വാട്ടർ ഒക്കെ എത്ര വാട്ടർ അതാണ് എടുക്കുന്നത് സ്കാർസിറ്റി ഇവിടെ ഉള്ള സമയത്ത്. അത് തന്നെ ആ സെയിം സമയത്ത് ആൻഡ് ഇറ്റ് വിൽ കോസ്റ്റ് എ ലോട്ട് ഇപ്പൊ ഓഫ് എനിക്ക് തോന്നുന്നു മണി സീ വാട്ടർ അങ്ങനെ ചെയ്യുന്നുള്ള ഇതുണ്ട്. പക്ഷെ അത് അതിന് തന്നെ വീണ്ടും കോസ്റ്റ് അത് കൂടുതലാണ്. തന്നെ ലൈക്ക് എല്ലാത്തിലും കോസ്റ്റാ മണി ഇസ് ഈ GPU എന്ന് പ്രോബ്ലം പറയുമ്പോൾ ഒന്ന് സിമ്പിളായിട്ടും കൂടെ ഒന്ന് പറഞ്ഞുതരാം. കാരണം എന്താ പറയുക, ഇപ്പോൾ CPU എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പെട്ടെന്ന് GPU GPU കേട്ടിട്ട് എന്ന് ഒരു സാധാരണ ആൾക്കാർ ഇവരെന്താണ് ഈ പറഞ്ഞത് അത് GPU തന്നെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ? ഐ മീൻ ഓക്കെ സിമ്പിളായിട്ട് ഞാൻ CPU എക്സ്പ്ലെയിൻ ചെയ്ത് തരാം CPU എന്ന് പറഞ്ഞാൽ ഒരു ബോസ് ഒരു CEO അല്ലെ ഒരു രാജാവ് ഓക്കെ ഒരു ടാസ്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൽ ഒരു CPU ഉണ്ടെങ്കിൽ ഒരു ടാസ്ക് നല്ല രസമായിട്ട് ചെയ്യാം GPU എന്ന് പറഞ്ഞാൽ 200 ടാസ്ക് പക്ഷേ റെപ്പിറ്റേറ്റീവ് ടാസ്ക് ചൂട് ചെയ്യാം എക്സാമ്പിൾ തരാം ഫാക്ടറിയിൽ ഓക്കെ ഒരു സാധനം സ്കാൻ ചെയ്യുന്നു പോന്നു സ്കാൻ ചെയ്യുന്നു പോന്നു സ്കാൻ ചെയ്യുന്നു പോന്നു അതൊരു റെപ്പിറ്റേറ്റീവ് ടാസ്ക് ആണ് CPU അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു CEO ഒരു കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് ഒരു ടാസ്ക് അറ്റ് എ ടൈം റൈറ്റ് അതുപോലെയാണ് CPU ഒരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് CPUs GPU എന്ന് പറഞ്ഞാൽ 100 ടാസ്ക് അടുപ്പിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അത്ര ആലോചിക്കേണ്ടാത്ത അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ ഈ AIസിൽ GPU ആണ് ആവശ്യമുള്ളത് ബിക്കോസ് നമ്മുടെ AI ഒരു കാര്യമല്ല മാത്രം ആലോചിക്കുന്നത് 100,000 കാര്യങ്ങൾ കൂടെ ആലോചിക്കേണ്ട ആവശ്യം വരും അവിടെയാണ് GPUസിൻ്റെ ആവശ്യം വരുന്നത് ബട്ട് CPUs അങ്ങനെ അത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഒറ്റ ഒരു ബുദ്ധിയേ ഉള്ളൂ ഈ GPU അല്ലെ നമ്മുടെ ബുദ്ധിയിൽ തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ ന്യൂറോൺസ് ഫയർ ആവുന്നുണ്ട് സിമിലർലി വിത്ത് AI ഒരു കാര്യം ആലോചിക്കുമ്പം കുറേ GPUs കുറേ കമ്പ്യൂട്ടർ പവർ വേണം ആൻസർ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ അതാണ് GPU അപ്പോൾ രാഹുൽ നമ്മൾ ശരിക്കും ഈ ഒരു കുറച്ച് അധികം നിന്ന 1 മണിക്കൂർ പുറത്തായെന്ന് തോന്നുന്നല്ലേ യെസ് നിന്നൊരു കോൺവെർസേഷനിൽ ശരിക്കും സാധാരണ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ
എഐയെ പറ്റി പറഞ്ഞു. അത് സമൂഹത്തിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലുള്ളവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്ക് ഒരു വലിയ കോൺസെപ്റ്റുമായിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് പറയുമ്പോൾ കേരളത്തിലെ എക്കോണമി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റീഷ്യൻസിനുള്ള കുറച്ച് ടിപ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നമ്മളിത് DPR ആക്കി അടുത്ത CMന് കൊടുക്കുന്നുമുണ്ട്. അതിലാദ്യത്തെ ഗസ്റ്റാണ് റൗൾ. എന്തായാലും നമുക്ക് നോർമലി കുറേ പോഡ്കാസ്റ്റുകൾ റൗൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ റൗളിന് ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ സംസാരിച്ചു. കാരണം ഇതിന് കുറച്ചുകൂടി ഒരു സംതിങ് ബിഗ് ആംഗിളും കൂടെ ഉണ്ട്. റൗളിന് ഒരു ക്ലോസിംഗ് നോട്ട് പോലെ എന്താണ് പറയാനുള്ളത്? ടു ഹൂ? സാധാരണ ആൾക്കാർ ടു ദ പബ്ലിക്. ഐ വുഡ് ജസ്റ്റ് സേ, എന്താ പറയണ്ടേ, ഞാൻ എല്ലാ പോഡ്കാസ്റ്റിലും എന്തെങ്കിലും യുണീക്ക് പറയാൻ നോക്കും. ബട്ട് ഇപ്പം ദിസ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ടു കേരള, നമ്മൾ മലയാളികൾക്കായതുകൊണ്ട് ഐ വുഡ് ജസ്റ്റ് സേ ട്രൈ ടു ഗ്രോ കേരള. ട്രൈ ടു, ഐ മീൻ മൈ ഹോൾ എയിം വാസ് ദിസ്. ഞാനിപ്പോൾ AI കിഡ് ഓഫ് കേരള, AI കിഡ് ഓഫ് ഇന്ത്യ ആണെങ്കിലും I am doing this Kerala podcast so that Kerala can grow. So never leave the God's own country where you're from, which is Kerala, and take care of it and grow with it. കേരളത്തിൽ തന്നെ നിന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാകുക, അതല്ലേ റൗൾ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. ഇത്രയും നാൾ കേരള വളരാൻ സമ്മതിച്ചെങ്കിൽ കേരളത്തിനെ വളരാൻ ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ പുറത്ത് നിൽക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ശരിക്കും 2026 അസംബ്ലി ഇലക്ഷന് ശേഷം CMന് ഒരു DPR കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ആദ്യത്തെ എപ്പിസോഡാണ് ഈ സീരീസിൽപ്പെട്ട. എനിക്ക് തോന്നുന്നു നമുക്കിതിൽ നിന്ന് തന്നെ കുറച്ച് കണ്ടൻറ്റ് നന്നായിട്ട് DPRലേക്ക് കൊണ്ടുപോകാനുള്ള സബ്ജക്ട്സ് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ അതല്ലാതെ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്കും AI എങ്ങനെ യൂസ് ചെയ്യാം എന്നത് സംസാരിച്ചു. കുട്ടികൾ തൊട്ട് എല്ലാവർക്കും കുറച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നോർമൽ ഒരു ടോക്കിനപ്പുറം കേരളത്തിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ ധരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഇതിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ AI ബന്ധപ്പെട്ടും മറ്റ് നമ്മുടെ ഈ ടോപ്പിക്കിനെയും സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായങ്ങൾ ചേർത്തിട്ടായിരിക്കും നമ്മൾ അവസാനത്തെ പോളിസി ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു ഡ്രാഫ്റ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു ജനാധിപത്യം നമുക്കിതിലൂടെ ചെയ്യാമെന്നൊരു ആംഗിളിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.